ജോർജ് അച്ഛൻ്റെ നിർദ്ദേശങ്ങളും പ്രാർത്ഥനയും ഒക്കെയാണ് എന്നെ ഞാനാക്കി മാറ്റിയത്. ഈ ദൈവ മനുഷ്യൻ്റെ മുമ്പിൽ പലപ്പോഴും ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഈ ദൈവ മനുഷ്യൻ്റെ മുമ്പിൽ പലപ്പോഴും മുട്ടിന്മേൽ നിന്ന് അനുഗ്രഹം മേടിച്ചിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, ഈ അച്ഛൻ റോട്ടിലൂടെ പോകുമ്പോൾ ആളുകൾ ടാറിട്ട റോട്ടിൽ പോലും മുട്ടിൽ നിന്ന് പ്രാർത്ഥന മേടിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഒരു കരം ഉയർത്തി പറഞ്ഞ് ഹല്ലേലൂയ. ഇന്ന് ഒത്തിരി സന്തോഷമുള്ളൊരു സമയത്താണ് നിൽക്കുന്നത്. കാരണം ഈ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് പ്രാർത്ഥിച്ചു പറഞ്ഞ ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശം പറഞ്ഞത് നമ്മുടെ ഇവിടെയുള്ള ജോർജ് ജേക്കബ് പൂതുക്കുഴി അച്ഛനാണ്. നിങ്ങൾക്ക് അച്ഛനെ പരിചയമുള്ളവരുണ്ടാകാം, പരിചയമില്ലാത്തവരുണ്ടാകാം. ഞാൻ ഇന്ന് ഒരു ശുശ്രൂഷകനായി ഇവിടെ നിൽക്കാൻ കാരണം ഈ പ്രിയപ്പെട്ട അച്ഛനാണ്. 2 വിശുദ്ധരായ വൈദികർ ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട്. ഒന്ന് ജോർജ് ജേക്കബ് പൂതുക്കുഴി അച്ഛൻ, 2 ഇടുക്കി ജില്ലയിൽ നിന്ന് കട്ടപ്പനയിൽ നിന്ന് വന്ന കപ്പൂച്ചിൻ സഭയിലെ ഒരു സേവ്യർ അച്ഛനും. ഈ 2 പേരുടെയും അനുഗ്രഹം കിട്ടിയ ഒരാളാണ് ഞാനും. ആ 2 വിശുദ്ധരായ വൈദികരാണ്. എൻ്റെ ഒരു പുകഴ്ത്തലിൻ്റെ വാക്കുകളല്ല, അല്ലെങ്കിൽ ഒരാളെ സന്തോഷിപ്പിക്കാൻ പറയുകയല്ല. ഞാൻ ബാംഗ്ലൂരാണ് പഠിച്ചത്. അപ്പോൾ ഈ ജോർജ് അച്ഛൻ്റെ നിർദ്ദേശങ്ങളും പ്രാർത്ഥനയും ഒക്കെയാണ് എന്നെ ഞാനാക്കി മാറ്റിയത്. ഈ ദൈവ മനുഷ്യൻ്റെ മുമ്പിൽ പലപ്പോഴും ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഈ ദൈവ മനുഷ്യൻ്റെ മുമ്പിൽ പലപ്പോഴും മുട്ടിന്മേൽ നിന്ന് അനുഗ്രഹം മേടിച്ചിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, ഈ അച്ഛൻ റോട്ടിലൂടെ പോകുമ്പോൾ ആളുകൾ ടാറിട്ട റോട്ടിൽ പോലും വലിയ IT മേഖലയിൽ ജോലി ചെയ്യുന്നവർ മുട്ടിൽ നിന്ന് പ്രാർത്ഥന മേടിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതായത് ബാംഗ്ലൂർ ടൗണിൽ അല്ലെങ്കിൽ ടാറിട്ട റോഡിൽ അച്ഛനെ എവിടെ വെച്ച് കണ്ടാലും വേഗം ഇറങ്ങിച്ചെന്ന് റോട്ടിൽ മുറ്റത്ത് മുട്ടുകുത്തി അനുഗ്രഹം മേടിക്കുന്ന. അപ്പോൾ അച്ഛൻ ഒരിക്കലും ഇവിടെ വരുമെന്നോ ഇങ്ങനെയൊരു ബലി അർപ്പിക്കുമെന്നോ ഞാൻ വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ അച്ഛനോട് ചോദിച്ചപ്പോൾ അവിടെ ചെന്ന് കണ്ട് അനുഗ്രഹം മേടിച്ച് തിരിച്ചു വന്നപ്പോൾ അച്ഛൻ ഇവിടെ വരാമെന്നൊരു വാക്ക് പറഞ്ഞു. കാഞ്ഞൂർ പള്ളിയിൽ ധ്യാനത്തിന് പോയപ്പോൾ എൻ്റെ കൂടെ പഠിച്ച ടോമി എന്ന് പറയുന്ന ഒരു അച്ഛൻ എന്നോട് പറഞ്ഞു, നീ ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ജോർജ് പൂതുക്കുഴി അച്ഛൻ്റെ അടുത്ത് പോയി ഒരു അനുഗ്രഹം മേടിച്ചിട്ടേ പോകാവുള്ളൂ, ഇവിടെ വളരെ അടുത്താണ് അച്ഛൻ. അങ്ങനെ ഞങ്ങൾ 4-5 പേര് അവിടെ ചെന്ന് അനുഗ്രഹം മേടിച്ചതിൻ്റെ ഒരു അനുഭവം ഇന്നും മായാതെ എൻ്റെ മനസ്സിലുണ്ട്. എല്ലാവരും ഒന്ന് കണ്ണുകളടച്ച് ജോർജ് അച്ഛനെയും സേവ്യർ അച്ഛനെയും ഓർക്കുകയാണ്. 2 പേരും ഞങ്ങൾ കപ്പൂച്ചിൻ ആശ്രമത്തിൽ ധ്യാനത്തിന് പോയപ്പോൾ ഒത്തിരി പ്രത്യേകതകളുള്ളൊരു അച്ഛനെ ഞങ്ങൾ കണ്ടു. സേവ്യർ അച്ഛൻ നമ്മുടെ സോജനച്ഛനെയൊക്കെ പഠിപ്പിച്ച പ്രൊഫസറായ അച്ഛനാണ്. 2 അനുഗ്രഹീതരായ വൈദികരുടെ സാന്നിധ്യം ഈ ആലയത്തിൽ ലഭിക്കുന്നത് ഇവിടെയുള്ള അനുഗ്രഹങ്ങൾക്ക് മാറ്റുകൂട്ടും. നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറയാനൊരു സാക്ഷ്യം നൽകാനായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് കാണുന്നത് പോലെ പ്രസംഗിക്കാനോ പറയാനോ ഒന്നും ഒരു കഴിവുണ്ടായിരുന്നവനല്ല. വളരെ ഭയത്തോടെ പേടിച്ച് മാറി മുറിയിൽ ഒതുങ്ങിയിരിക്കുന്ന ഒരാളായിരുന്നു. ഈ ദൈവ മനുഷ്യൻ്റെ അനുഗ്രഹമാണ് എന്നെ ഞാനാക്കിയത്, ശുശ്രൂഷക്കാരനാക്കിയത്, പ്രാർത്ഥിക്കാൻ പഠിച്ചത്, സമയനിഷ്ഠ പഠിച്ചത്, ശുശ്രൂഷ പഠിച്ചത്. അച്ഛൻ പ്രസംഗിക്കുമ്പോൾ ഞാൻ ആ സൈഡിൽ പോയി 3 വർഷവും എല്ലാ ഞായറാഴ്ചകളിലും അച്ഛൻ്റെ പ്രസംഗം കേൾക്കുകയും എഴുതുകയും ചെയ്യുമായിരുന്നു. എന്നെ ഞാനാക്കിയത് അച്ഛൻ പ്രാർത്ഥിച്ചു പറഞ്ഞ വാക്കുകളാണ്. ഒരു മനുഷ്യൻ്റെ അനുഗ്രഹമാണ് നമ്മളെ വളർത്തുന്നത്, നമ്മളെ ഉയർത്തുന്നത്. ഒത്തിരി സന്തോഷത്തോടെ ബഹുമാനത്തോടെ ജോർജ് ജേക്കബ് പൂതുക്കുഴി അച്ഛനെ അതോടൊപ്പം സേവ്യർ അച്ഛനെയും ഈ ആലയത്തിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്ത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കരുണ. ഇത് ഈ നോമ്പുകാലത്തിലേക്ക് മക്കൾ അവിടെ ഇരുന്നോ, ഇരിക്കേണ്ടവരിരുന്നോ. ദൈവത്തിൻ്റെ കരുണ
ഈ നോമ്പുകാലം മുഴുവനും നമ്മിലേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവകാരുണ്യം, ദൈവത്തിൻ്റെ കരുണ. ലൂക്കാ സുവിശേഷത്തിൽ 22-ാമത്തെ അധ്യായത്തിൽ 54 മുതൽ 61 വരെയുള്ളതായ തിരുവചനങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവ് തരികയാണ്. വചനം ഏതാണ്? ലൂക്കാ സുവിശേഷത്തിൽ 22-ാമത്തെ അധ്യായത്തിൽ 54 മുതൽ 61 വരെയുള്ള തിരുവചനങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് തരികയാണ്. രാവിലെ നമ്മൾ കേട്ട വചനം ആരെഴുതിയായിരുന്നു? പത്രോസ് എഴുതിയ ലേഖനം. ഹല്ലേലൂയ. പത്രോസിൻ്റെ ലേഖനത്തിലെ 1-ാമത്തെ ലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 24-25 രാവിലെ നമ്മൾ കേട്ടത് എങ്കിൽ ഇപ്പോൾ പത്രോസിനെ കുറിച്ചുള്ളതായ ഒരു ഭാഗം തന്നെയാണ് ഇവിടെ അവതരിപ്പിക്കുക. ലൂക്കാ സുവിശേഷത്തിൽ 22-ാമത്തെ അധ്യായത്തിൽ 54 മുതൽ ഉള്ളതായ വചനങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. ഈശോ നോമ്പുകാലത്ത് നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കേണ്ട ഭാഗമാണ്. ഈശോ ഒറ്റിക്കൊടുക്കപ്പെട്ടു. ഈശോ പല പ്രാവശ്യം പറഞ്ഞു, നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. ഹല്ലേലൂയ. ആദ്യമേ ഈശോ സെവിയോൻ ഊട്ടുശാലയിൽ അന്ത്യത്താഴ വേളയിൽ ഇരിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ കാണുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും എന്ന് പറയുമ്പോൾ ഒരു ഇടിനാദം പോലെയാണ് വാസ്തവം പറഞ്ഞാൽ അന്ന് അത് പത്രോസിൻ്റെ ഹൃദയത്തിൽ വീണത്. പത്രോസിൻ്റെ ഹൃദയത്തിൽ വന്ന് വീണ ആ വചനം ഒരു ഇടിനാദം പോലെ അവൻ്റെ ഹൃദയത്തിൽ പ്രകമ്പനം കൊണ്ടു എന്നുള്ളതാണ്. നീ എന്നെ ഉപേക്ഷിക്കുമെന്നുള്ളതായ വചനം വീണ്ടും യോഹന്നാൻ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിന് അവസാനം നീ എന്നെ ഉപേക്ഷിക്കും. പത്രോസ് പറഞ്ഞു, ആരെല്ലാം നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല. അവൻ്റെ വലിയ ഉറപ്പാണ്, ഉറപ്പേറിയ. അവിടെ ഈശോ പറയുന്നുണ്ട്, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു. എന്താണ് അവിടുന്ന് പറയുന്നത്? ഞാൻ നിന്നോട് പറയുന്നു, ഇന്ന് രാത്രി കോഴി 2 പ്രാവശ്യം കൂവുന്നതിന് മുമ്പ് നീ എന്നെ 3 പ്രാവശ്യം തള്ളിപ്പറയും. ഹല്ലേലൂയ. ഹൃദയത്തെ വേദനിപ്പിക്കുന്നതായ വചനമാണ്. എന്നെ നീ തള്ളിപ്പറയും, എന്നെ നീ തള്ളിപ്പറയും. ഹല്ലേലൂയ. അങ്ങനെ പത്രോസിനോട് അവിടെ വെച്ച് തന്നെ ഗത്സമനിൽ വെച്ച് തന്നെ ഈശോ പറഞ്ഞ, സെഗിയോൻ ഊട്ടുശാലയിൽ വെച്ച് തന്നെ ഈശോ പറഞ്ഞ വചനമാണത്. ഗതസമനിയിൽ നമ്മൾ കാണുന്നുണ്ട് പ്രാർത്ഥിക്കുമ്പോഴും പത്രോസ് വാസ്തവം പറഞ്ഞാൽ ഈശോയുടെ ആ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ശരി, അവൻ എല്ലാവരും നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോഴും അവൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയില്ല, അവൻ ഉറങ്ങിക്കിടക്കുക. 3 പ്രാവശ്യം ഈശോ വന്ന് നോക്കുന്നു, ശിഷ്യന്മാരെ നോക്കുന്നുണ്ട്, അപ്പോഴെല്ലാം ഇവൻ ഉറങ്ങുകയാണ്. ഉറങ്ങുന്ന ശിഷ്യന്മാർക്ക് ദൈവത്തോടു കൂടി ഇരിക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. ഉറങ്ങുന്ന ശിഷ്യന്മാർക്ക് ദൈവത്തെ സ്നേഹിക്കാനാവില്ല. ഹല്ലേലൂയ. അപ്പോൾ ഇങ്ങനെ പത്രോസിനോട് പലപ്പോഴും ഈശോ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കേ, ഈശോ പിടിക്കപ്പെട്ടു. പത്രോസും യോഹന്നാനും ഈശോയെ സ്നേഹിച്ച ശിഷ്യന്മാരാണ്. ഈശോയെ സ്നേഹിച്ചവരിന്ന് മുൻപന്തിയിൽ നിന്നവരാണ്. ഇവർക്ക് വാസ്തവം പറഞ്ഞാൽ ഈ ശിഷ്യന്മാർക്ക് ഈശോയോട് എന്തെന്നില്ലാത്ത സ്നേഹം. ഈശോയുടെ അടുക്കൽ പിടിക്കപ്പെട്ട് ഈശോ ബന്ധിതനായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴേ യോഹന്നാൻ ഈശോയുടെ അടുക്കൽ ഈശോയുടെ കൺവട്ടത്ത് തന്നെ നിൽക്കാൻ അവൻ ആഗ്രഹിച്ചു. 2 പേരും കൂടെ ഈശോയുടെ കൂട്ടത്തിലാക്കാൻ ആഗ്രഹിച്ചു. എങ്കിലും ശരി, പത്രോസ് പതുക്കെ പുറകോട്ടങ്ങ് മാറാൻ തുടങ്ങി. ഹല്ലേലൂയ. പതുക്കെ പുറകോട്ടവൻ അങ്ങ് മാറാൻ തുടങ്ങി. അങ്ങനെ മാറാൻ തുടങ്ങിയ ആ പത്രോസാണ് വാസ്തവം പറഞ്ഞാൽ വചനം പറയാണ്, ലൂക്ക 22 പറയാണ്, അവർ അവനെ പിടിച്ച് പ്രധാനാചാര്യന്മാരുടെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി പത്രോസ് അകലെയായി അവനെ അനുഗമിച്ചിരുന്നു. എന്നൊക്കെ അകലെയായി അവനെ അനുഗമിച്ചിരുന്നു. അവനെ അനുഗമിക്കേണ്ടത് അകലെ നിന്നുകൊണ്ടല്ല,
അവനെ അനുഗമിക്കേണ്ടത് അവൻ്റെ അടുത്തിരുന്നു കൊണ്ട്. ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ വ്യക്തമായിട്ട് തന്നെ കാണുന്നുണ്ട്. അവിടുന്ന് തൻ്റെ ശിഷ്യന്മാരെ വിളിക്കുമ്പോൾ അവർ അവൻ്റെ അടുത്ത് വന്നു. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയാണ് അവിടുന്ന് ശിഷ്യന്മാരെ അയച്ചത് എന്ന് ചോദിച്ചാൽ, അവർ എപ്പോഴും തന്നോടുകൂടി ആയിരിക്കുവാൻ വേണ്ടി. ഹല്ലേലൂയ. അവരെപ്പോഴും തന്നോടുകൂടി ആയിരിക്കുവാൻ വേണ്ടി, അവരെപ്പോഴും തൻ്റെ കൂടെ ഇരിക്കാൻ, തൻ്റെ വചനം കേൾക്കുവാൻ, തൻ്റെ വചനം കേട്ട് ശക്തി പ്രാപിക്കുവാൻ, തൻ്റെ വചനത്തിലൂടെ ഊർജം സമ്പാദിക്കുവാൻ, തൻ്റെ സഹിത്വത്തിലൂടെ താൻ പറയുന്നതും ചെയ്യുന്നതും കണ്ടും കേട്ടും ശക്തി പ്രാപിക്കാൻ വേണ്ടിയാണ് അവർ തന്നോടുകൂടി എപ്പോഴും ആയിരിക്കുവാൻ വേണ്ടി. എന്നാൽ ഇവിടെ നോക്കിക്കേ, പത്രോസ് അകലെയായി അവനെ അനുഗമിച്ചിരുന്നു. പൊന്നുമക്കളെ ഞാൻ പറയുന്നത് ഞാൻ എങ്ങനെയാണ് വിളിച്ചത്? അങ്ങനെയാണോ? അങ്ങനെ തന്നെയാ. പൊന്നുമക്കളെ എന്ന് വിളിച്ചാൽ പൊന്നുമക്കളെ. ഹല്ലേലൂയ. പൊന്നുമക്കളെ ഇവിടെ പത്രോസ് ചെയ്തെന്താണെന്നറിയാമോ? പത്രോസ് അകലെയായി അവനെ അനുഗമിച്ചിരുന്നു. അകലെയായി അനുഗമിക്കുന്നു എന്ന് പറയുന്നത് തന്നെ അവൻ ഈശോയോടുള്ള അടുപ്പത്തിൻ്റെ കുറവ് തന്നെ കാണിക്കുകയാണ്. അവൻ മറ്റു പലതിൻ്റെയും അടുക്കലായി, യേശുവിൻ്റെ അടുക്കലല്ല, അകലെയായി അവനെ അനുഗമിച്ചിരുന്നു. അങ്ങനെ അടുത്ത് നോക്കിക്കേ, അവർ നടുമുറ്റത്ത് തീ കൂട്ടി അതിന് ചുറ്റുമിരുന്നപ്പോൾ പത്രോസ് അവരോടുകൂടെ ഇരുന്നു. ഹല്ലേലൂയ. ഇതൊക്കെ നമ്മൾ യേശുവിനെ തള്ളിപ്പറയുന്ന, ഉപേക്ഷിക്കുന്ന നിമിഷങ്ങൾ വരുന്ന എപ്പോഴാണെന്നറിയാമോ? അതിൻ്റെ ആരംഭം തുറക്കുന്നത് നമ്മൾ അവൻ്റെ അകലെ നിൽക്കുമ്പോഴാണ്, അടുത്ത് നിൽക്കുമ്പോഴല്ല, മറിച്ച് അകലെ. ഈശോയെ ഞാൻ അകലെ നിർത്തുമ്പോൾ, ഹല്ലേലൂയ, ഈശോയെ ഞാൻ അകലെ നിർത്തുമ്പോൾ ഞാൻ അവനെ എന്നേക്കുമായി ഉപേക്ഷിക്കാനുള്ള അപകടത്തിലേക്ക് ഞാൻ വീഴുകയാണ്. ഹല്ലേലൂയ. എന്നേക്കുമായി. അപ്പോൾ നമ്മൾ പ്രത്യേക കുഞ്ഞുമക്കളെ നമ്മൾ കാണേണ്ടതെന്ന് വെച്ചാൽ, പത്രോസ് നോക്കിയേ, പത്രോസ് അകലെയായി അവനെ അനുഗമിച്ചിരുന്നു. രണ്ടാമത്തെ പോയിന്റ്, നടുമുറ്റത്തെത്തിയപ്പോൾ യോഹന്നാനും അതുപോലെ തന്നെ പത്രോസ് നടുമുറ്റത്തെത്തിയപ്പോൾ ഈ യോഹന്നാൻ ഈശോയുടെ അടുക്കലേക്ക് നീങ്ങി പോകാൻ തുടങ്ങിയെങ്കിൽ പത്രോസ് എന്ത് ചെയ്തു? നടുമുറ്റത്ത് തീ കൂട്ടി കാഞ്ഞുകൊണ്ടിരുന്നവരുടെ അടുക്കലേക്ക് മാറി. ഹല്ലേലൂയ. ഇതൊക്കെ സുഖം തേടിപ്പോകുന്ന ഒരു ആത്മാവിന് ഈശോയെ അനുഗമിക്കുവാനോ അനുകരിക്കുവാനോ ഈശോയെ സ്വന്തമാക്കാനോ സാധ്യമല്ല. ഹല്ലേലൂയ. മദ്യപിക്കുന്ന 2 സഹോദരങ്ങൾ, 2 പേര് സ്നേഹിതന്മാരാണ്. അവർ നോമ്പുകാലത്തൊരു തീരുമാനമെടുത്തെന്നറിയാമോ? മദ്യപിക്കില്ല. അതെങ്ങനെ മദ്യപിക്കില്ല എന്നൊരു തീരുമാനമെടുത്ത് ഒരുത്തൻ മറ്റൊരു ഇങ്ങനെ കൂട്ടിക്കൊണ്ട് പോകുന്നതാണ്. പക്ഷേ തീരുമാനമെടുത്ത് അവരുണ്ടല്ലോ, അവർ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ഈ നോമ്പുകാലത്തെങ്കിലും ഒന്ന് മാറി പോവാം, കുടിക്കരുത്, നമുക്ക് ഈ അടുപ്പമൊന്നും വേണ്ട, എന്നും നീ എന്നെ വിളിച്ചാൽ ഞാൻ നിന്നെ വിളിച്ചുകൊണ്ട് പോകില്ല, നമുക്കത് ശരിയാകില്ല. പക്ഷേ ഒരുത്തൻ എന്ത് ചെയ്തെന്നറിയാമോ? ഇങ്ങനെ ഒരു കൂട്ടുകാരനെ ഉപേക്ഷിച്ച് തൻ്റെ കൂട്ടുകാരനെ ഉപേക്ഷിച്ചിട്ട് അവൻ മദ്യപിക്കുന്ന വേറൊരു കൂട്ടുകാരൻ്റെ കൂട്ടത്തിൽ കൂടി നോക്കി. അങ്ങനെ അവൻ വീണ്ടും മുഴുക്കുടിയൻ നോമ്പുകാലത്തും അതിനുശേഷമെല്ലാം കുടിയനായി മാറി. ഞാൻ വീണ്ടും പറയുന്നതാണെന്നറിയാമോ? അതായത് യോഹന്നാൻ്റെ തനി മാതൃകയാണ് നമ്മൾ പാലിക്കേണ്ടത്. യോഹന്നാൻ്റെ തനി മാതൃക എന്താണ്? യോഹന്നാൻ ഈശോയ്ക്ക് എന്താ സംഭവിക്കുന്നതെന്നറിയാൻ, ഈശോ രഹസ്യം ദർശിക്കുവാൻ, ഈശോയുടെ അപ്പോഴെങ്കിലും അടുത്തിരിക്കുവാൻ വേണ്ടി അവൻ എല്ലാ അപകടത്തെയും അവഗണിച്ചുകൊണ്ട് അവൻ ഈശോയോട് ചേർന്നിരിക്കാൻ നോക്കുന്നു. ഹല്ലേലൂയ. പത്രോസ് ആകട്ടെ ഈശോയിൽ നിന്ന് അകന്നു മാറി തീ കായുന്നവരുടെ കൂട്ടത്തിൽ തന്നെ ഇരിക്കുന്നു. വേറൊരു പോയിന്റ് നമ്മൾ കാണുന്നുണ്ട്. പത്രോസ് അവൻ്റെ കൂടെ ഇരുന്നു. എന്നാൽ പത്രോസ് പറയാണ്, അവിടെ തീ കാഞ്ഞുകൊണ്ടിരുന്നവർ പറയുന്നുണ്ട്, നീ തീർച്ചയായിട്ടും അവൻ്റെ കൂടെ ഉള്ളവനായിരുന്നു പറഞ്ഞപ്പോഴത്തേന് അവിടെ വെച്ച് തന്നെ അവൻ നിഷേധിച്ച് പറയാണ്, അങ്ങനെയല്ല എന്ന് പറയാണ്. ഇങ്ങനെ പൊന്നുമക്കളെ നമ്മൾ കാണുന്നുണ്ട്. ഈ പത്രോസ് അവിടെ തന്നെ ഈ ചുരുങ്ങിയ വചനത്തിനിടയിൽ 3 പ്രാവശ്യം ഈശോയെ തള്ളിപ്പറയാണ്. ഇനി ഞാൻ പറയുന്ന കാര്യം പ്രത്യേകം എൻ്റെ കുഞ്ഞുമക്കൾ ഓർത്തണം. ഡബിൾ പവർ കൊടുക്കണം എൻ്റെ ടോക്കിന്. ഡബിൾ പവർ എന്താണെന്ന് ചോദിച്ചാൽ,
പത്രോസ് ഇവനെ വിട്ടു നോക്കിയ 3 പ്രാവശ്യം തള്ളി പറയുമ്പോഴേ ആ സമയത്ത് ഗുരു എന്തനുഭവിക്കാമെന്നറിയാമോ? കയ്യേഫാസിൻ്റെ തടവ് മുറിയിൽ മൃഗീയമായി പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മൃഗീയമായി കൂടുതൽ ശത്രുക്കൾക്ക് ഈശോയ്ക്കെതിരായിട്ടുണ്ടായി. അവരെ കഠോരമായ രീതിയിൽ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ പത്രോസിനെ ഒരു ശിഷ്യൻ തൻ്റെ ഗുരുവിനെ മൂന്നാമതും എന്ന രീതിയിൽ ഉപേക്ഷിക്കുകയാണ്. ഈശോ തൻ്റെ ദൈവജ്ഞാനത്തിൽ അത് കണ്ടു, കേട്ടു. കണ്ടു. പത്രോസ് നിശിതമായി നിഷേധിച്ച് പറയുന്നത് അവിടുന്ന് കണ്ടു. തൻ്റെ ദൈവജ്ഞാനത്തിൽ അവൻ അവിടുന്ന് കേട്ടു, ഞാൻ അവനെ അറിയുന്നില്ല. സ്ത്രീയെ, നീ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞ് ഈശോയെ തട്ടിപ്പറയുന്ന അവസരമാണ്. ഇവിടെയാണ് ഞാൻ പറയുന്നത്, ഈശോയെ അങ്ങനെ തള്ളിപ്പറയുമ്പോഴും കേട്ടോണേ, തന്നെ തള്ളിപ്പറയുന്ന തൻ്റെ ശിഷ്യൻ പാപത്തിലേക്ക് തകർന്ന് തരിപ്പണമായി വീഴുന്ന അവനെ കണ്ടുകൊണ്ട് ഈശോ എന്ത് ചെയ്യുന്നറിയാമോ? തൻ്റെ ദൈവശക്തിയിൽ അവിടുന്ന് തന്നെ ബന്ധിച്ചിരിക്കുന്ന ആ പടയാളികളെയും തന്നെ മർദ്ദിക്കുന്നവരെല്ലാം അവിടുന്ന് ഒരു തരത്തിൽ അന്തമാക്കിയ രീതിയിൽ അവിടുന്ന് ഇതേ നേരെ പത്രോസിൻ്റെ മുമ്പിൽ വരികയാ. ഹല്ലേലൂയ. ഇത് മനസ്സിലാക്കണം. ഈ നോമ്പ് കാലത്ത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, ഈശോ ഒരു പാപിയെ പോലും ഉപേക്ഷിക്കില്ല. ഹല്ലേലൂയ. തന്നെ തള്ളിപ്പറയുന്ന ഒരുവനെ പോലും അവിടുന്ന് ഉപേക്ഷിക്കില്ല എന്ന് കാണുകയാണ്. തന്നെ തള്ളിപ്പറയുന്നവനെ അരികിലേക്ക് ചെന്നുകൊണ്ട് കണ്ടെന്താണ് വായിച്ചു നോക്കണം. ഈ സുവിശേഷഭാഗം വായിക്കണം. താൻ അവനെ അറിയുന്നില്ല, നീ എന്താ പറയുന്നത്, നീ മനസ്സിൽ നിനക്ക് അറിഞ്ഞുകൂടാ എന്നെല്ലാം പറഞ്ഞ് തള്ളിപ്പറഞ്ഞ് അപ്പോൾ പത്രോസിന് മനസ്സിലായി, ഇതാ 1, 2 വല്ല പല പ്രാവശ്യം താൻ തലകുത്തി വീഴുകയാണെന്ന് മനസ്സിലായിട്ട് അവനൊരു കുറ്റബോധം വന്നു. എഴുന്നേറ്റ് അവൻ നോക്കുമ്പോഴാണ് കാണുന്നത് തൻ്റെ മുമ്പിൽ ഈശോ നിൽക്കുക. തൻ്റെ മുമ്പിൽ പലപ്പോഴും ഇതുപോലെ ഈശോ നമ്മുടെ മുമ്പിൽ നിന്നിട്ടുണ്ട്. ഈശോ നിന്നിട്ടുണ്ട്. അതായത് അവിടുന്ന് ഒരിക്കലും നമ്മെ തള്ളിപ്പറയാൻ മനസ്സ് വയ്ക്കില്ല. തന്നെ തള്ളിപ്പറഞ്ഞാലും ഒരിക്കലും തന്നെ നമ്മെ തള്ളിപ്പറയാത്തവനാണ് ഈശോ. ഈശോ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവന് പത്രോസിന് ഒരു നിമിഷം കൊണ്ട് ഒത്തിരി കാര്യങ്ങളങ്ങ് മനസ്സിലായി. നിങ്ങൾ എന്നെക്കുറിച്ച് എന്ത് പറയുന്നു, ആളുകൾ എന്ത് പറയുന്നു? കേസറിയ ഫിലിപ്പിയിൽ വെച്ച് നമ്മൾ കാണുന്നില്ലേ, മത്തായി സുവിശേഷത്തിൽ 16-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ വചനത്തിൽ കേസറിയ ഫിലിപ്പിയിൽ വെച്ച് ശിഷ്യന്മാരോട് ഈശോ ചോദിച്ച ചോദ്യം, ആളുകൾ എന്നെക്കുറിച്ച് എന്ത് പറയുന്നു, എന്നെക്കുറിച്ച് നിങ്ങളെന്ത് പറയുന്നു? അവിടെ നിങ്ങളെന്ത് പറയുന്നു ചോദിച്ചപ്പോൾ അവിടെ പത്രോസ് പറഞ്ഞ വാക്കെന്താണെന്നറിയാമോ? അവിടുന്ന് പറയാണ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാകുന്നു. ഹല്ലേലൂയ. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാകുന്നു എന്ന് പറഞ്ഞവൻ അവനാണ് ഇപ്പോൾ ഈ തീ കാഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സ്ത്രീകളുടെ ഇടയിൽ അതിരുന്നു കൊണ്ട് പറയുകയാണ്, ഞാൻ അവനെ അറിയുന്നില്ല. ഹല്ലേലൂയ. ഒരു പാപിയുടെ, ഒരു നല്ല മനുഷ്യൻ്റെ പതനം നോക്കിക്കേ, ഒരു വിശുദ്ധനായ മനുഷ്യൻ്റെ പതനം നോക്കിക്കേ. ലൂക്കാസ് സുവിശേഷത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 11 വരെയുള്ള തിരുവചനം നോക്കുമ്പോഴേ, രാത്രി മുഴുവനും വലയിറക്കിയും അധ്വാനിച്ച് ഒരു മീൻ പോലും പിടിക്കാനാവാതെ വലഞ്ഞു പോയവൻ അവൻ എന്ത് ചെയ്യുന്നു? അവൻ വല കഴുകി കെട്ടി വഞ്ചിയിലിട്ടിട്ട് പോകാൻ തുടങ്ങുമ്പോഴാണ് ഈശോ കടന്നു വരികയാണ്. ഈശോ കടന്നു വന്ന് അവൻ്റെ വഞ്ചിയിൽ കയറി ആളുകളോട് അവിടുന്ന് പ്രസംഗിക്കാൻ തുടങ്ങി. പ്രസംഗം കഴിഞ്ഞപ്പോഴേ ധാരാളം ആളുകൾ വന്നുകൂടാൻ തുടങ്ങി. അവരെല്ലാം ആ പ്രസംഗം കേട്ടു. പ്രസംഗം കഴിഞ്ഞപ്പോഴേ ശമയോൻ്റെ മുഖത്തേക്ക് നോക്കി ഈശോ പറഞ്ഞു, ശമയോനെ, നീ നിൻ്റെ വഞ്ചിയെടുത്തഴിച്ചേ, നീ ഇത് ചുരുട്ടിക്കെട്ടി വെച്ചിരിക്കല്ലേ, വഞ്ചി ആ വലയെടുത്തഴിച്ച് ആ വല വെള്ളത്തിലേക്ക് കായലിലേക്ക് എറിയാൻ പറയാണ്. പത്രോസ് പറഞ്ഞ, ഗുരു, രാത്രി മുഴുവനും ഞാൻ നോക്കിയത്, ഈ പണി നോക്കിയതാ. രാത്രി മുഴുവനും നോക്കിയിട്ട് ഒരു മീൻ പോലും കിട്ടാത്ത
ആ ദയനീയനായൊരു മനുഷ്യൻ, നിർഭാഗ്യനായ മനുഷ്യനാണ് ഞാൻ എന്ന് പറഞ്ഞപ്പോഴേ ഈശോ അവനോട് പറയാണ്, നീ ആഴത്തിലേക്ക് നീ വലത്ത് വശത്തേക്കിട്, വലയിറക്ക്. അവൻ വലയിറക്കി, ധാരാളം മത്സ്യം കിട്ടി. ഈശോ പറയുന്നത് ചെയ്താൽ അത് കിട്ടുമെന്നുള്ള ബോധ്യം അവനായി. അവിടെ ധാരാളം മത്സ്യം കിട്ടി. അവൻ ഉടനെ തന്നെ എന്ത് ചെയ്യുന്നറിയാമോ? കൂട്ടുകാരെയൊക്കെ വിളിച്ചു, അവരുടെ വഞ്ചി നിറയുവോളം മത്സ്യം വലിച്ചു കയറ്റി. അങ്ങനെ ആ മത്സ്യ സമ്പത്തോടുകൂടി വീട്ടിൽ പോകുന്നതിന് പകരം അവൻ ഈശോയോട് പറയാണ്, ശമയോൻ ഈശോയോടും സംസാരിക്കുന്നുണ്ട്. ശമയോൻ പറയാണ്, കർത്താവേ, അങ്ങ് എന്നിൽ നിന്ന് അകന്നു പോവുക. ഞാൻ നിർഭാഗ്യനായൊരു മനുഷ്യൻ, ഞാൻ നഗ്നനായൊരു മനുഷ്യൻ, നിർഭാഗ്യനായൊരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഈശോ പറയാണ്, നീ ഇപ്പോൾ മത്സ്യത്തെ പിടിക്കുന്നവനല്ലേ, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കും. പൊന്നുമക്കളെ, ഞാനിത് പറയുന്നത് ഇത്രമാത്രം ഈശോ സ്നേഹിച്ച് ആ മുക്കവനെ അപ്പസ്തോലനാക്കിയ ആ യേശുവിനെയാണ് ഇവൻ അറിയുന്നില്ല എന്ന് പറയുന്നത്. നമുക്കറിഞ്ഞൂടെ, മത്തായി സുവിശേഷത്തിൽ 14-ാമത്തെ അധ്യായത്തിൽ 5 അപ്പം കൊണ്ട് 5000 പേരെ തീറ്റിപ്പോറ്റുന്ന ഈശോ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതിന് ശേഷം അവിടുന്ന് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ കടലിന് അക്കരയ്ക്ക് നിങ്ങൾ പോകുക എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പറഞ്ഞിട്ടിട്ട് ഈശോ എന്ത് ചെയ്തു? അവിടുന്ന് മലമുകളിൽ പ്രാർത്ഥിക്കാൻ പോകുന്നു. പ്രാർത്ഥനയുടെ നിമിഷത്തിൽ അവിടുന്ന് മനസ്സിലാക്കി, ഈ നിലയില്ലാ കയത്തിൽ വെള്ളത്തിൽ ഇതാ ശിഷ്യന്മാർ അപകടത്തിലായിരിക്കുന്നുവെന്നും കടൽ പ്രക്ഷുബ്ധമാണ് എന്നും അവർ ഇപ്പോൾ നശിച്ചു പോകുമെന്നുമെല്ലാം മനസ്സിലാക്കിയ ഈശോ പെട്ടെന്ന് തൻ്റെ ശിഷ്യന്മാരുടെ അടുക്കലേക്ക് ചെല്ലുകയാണ്. ഞാൻ പറഞ്ഞു വെക്കുന്നത് ഈശോയുടെ വലിയ സ്നേഹമാണ്. എന്നാൽ അവിടെ ചെന്നപ്പോഴത്തേന് ഈശോ അവരുടെ നേരെ അടുക്കലേക്ക് നടന്നു നീങ്ങുകയാണ്. അവിടെ വഞ്ചി ഒന്നുമില്ല. അവിടുന്ന് കടലിന് മീതെ നടന്നു ചെല്ലുമ്പോഴേ അവർ തന്നെ ഭയപ്പെട്ട് വിറയ്ക്കുന്നുണ്ട്. ഇത് ഒരു ഭൂതമാണോ, പിശാചാണോ, പ്രേതമാണോ എന്നൊക്കെ പറയുമ്പോൾ ഈശോ പറഞ്ഞു, ഇത് മറ്റൊന്ന് ഭൂതമൊന്നുമല്ല, ഇത് ഞാൻ തന്നെയാണെന്ന് പറഞ്ഞ് തന്നെ വെളിപ്പെടുത്തി. കർത്താവേ, ഇത് നീ തന്നെയാണെങ്കിൽ എന്നോടുകൂടി നിൻ്റെ അടുക്കലേക്ക് നടന്നു വരാൻ പറയുക എന്ന് പറഞ്ഞ് പത്രോസ് ഈശോയുടെ അപേക്ഷയോട് പത്രോസോട്, നീ നടന്നു പോരെ. എന്ത് നിഷ്കളങ്കമായ ഉത്തരവാണ് നോക്കിക്കേ, എന്ത് നിഷ്കളങ്കമായ ഉത്തരവാണ് നോക്കുക. ഉറക്കം വരുന്നുണ്ടോ? ആർക്കെങ്കിലും ഉറക്കം വരുന്നുണ്ടോ? ഉള്ളവരൊന്ന് കൈ പൊക്കാവോ? മലയാറ്റൂരിൽ നിന്നൊക്കെ കുറേ പേരുണ്ട് കേട്ടോ. മലയാറ്റൂരിൽ നിന്ന് കുറേ പേര് വന്ന് ഈ സെഷനിൽ കൂടുന്നുണ്ട്. ഒത്തിരി സന്തോഷം നിങ്ങളെ കാണുമ്പോൾ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പോഴേ ഞാൻ സൂചിപ്പിച്ചതാണ്, പത്രോസിൻ്റെ കാര്യത്തിനെ കുറിച്ച് പറഞ്ഞപ്പോഴേ പത്രോസ് നശിക്കാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഈശോ എത്തി. ഞാൻ പറഞ്ഞു വെച്ചതാണ്, ഒരു മകൻ പാപത്തിൽ വീണ് നശിച്ചു പോകാൻ ഒരപ്പസ്തോലൻ, ഈശോയെ സ്നേഹിക്കുന്ന വിശ്വസ്തയായ ഒരു മകള് നശിച്ചു പോകാൻ ഈശോ ഒരിക്കലും സമ്മതിക്കുകയില്ല. കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. ഈശോയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരുവൾ നശിച്ചു പോകാൻ ഈശോ അനുവദിക്കുകയില്ല. ഹല്ലേലൂയ. അവൾ തിരിച്ചു വരുവാനുള്ള അവസരം ഈശോ തന്നെ ഉണ്ടാക്കി കൊടുക്കും. ഹല്ലേലൂയ. ഇപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചില്ലേ, ഈശോ പിടിക്കപ്പെട്ടു, ബന്ധിതനായി കയ്യഫാസിൻ്റെ മുറിയിൽ മൃഗീയമായി പീഡിപ്പിക്കപ്പെടുമ്പോഴാണ് അവിടുന്ന് കണ്ടത് എന്താണ്? ഇതാ തൻ്റെ അരുമ ശിഷ്യൻ പാപത്തിൽ വീണിരിക്കുന്നു. 3 പ്രാവശ്യം അവൻ തള്ളിപ്പറഞ്ഞു. ഞാൻ എത്രയോ പ്രാവശ്യം അവന് മുൻസൂചന കൊടുത്തിട്ടുണ്ട്, നീ എന്നെ ഉപേക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും അവന് അത് പാലിക്കാൻ പറ്റിയില്ല. എന്നിട്ടും ഈശോ അവൻ്റെ തേടിപ്പോവാണ്. എഫേസ്യർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ തിരുവചനം പറയുന്നുണ്ട്. എഫേസ്യർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ തിരുവചനം പറയുന്നത് അറിയാമോ? നമ്മൾ പാപം വഴി മരിച്ചവരായിരുന്നിട്ടും, ഇതൊക്കെ പറയുന്ന വാക്ക് ബൈബിളിലൊന്ന് വായിക്കുമോ? നമ്മൾ പാപം വഴി മരിച്ചവരായിരുന്നിട്ടും കരുണാസമ്പന്നനായ ദൈവം തൻ്റെ അഗാധമായ കാരുണ്യത്തിൻ്റെ തികവിൽ യേശുക്രിസ്തുവിനോട് കൂടെ നമ്മെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ നമ്മെ പിതാവിൻ്റെ വലതുഭാഗത്തിരുത്തി
കൈയടിച്ച ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. നോക്കിക്കേ വചനം, നോക്കിക്കേ വചനം പറയുന്നത്. ഇതാണ് വചനം, ഇതാണ് തിരുവചനം, ഇതാണ് ദൈവത്തിൻ്റെ വചനം, ഇതാണ് ഈശോ നമുക്ക് നൽകുന്ന വചനം. പാപം വഴി നമ്മൾ മരിച്ചവരായിരുന്നിട്ടും, പറയുന്ന വാക്ക്, പാപം വഴി നമ്മൾ മരിച്ചവരായിരുന്നിട്ടും കരുണാസമ്പന്നനായ ദൈവം തൻ്റെ അഗാധമായ കാരുണ്യത്താൽ നമ്മെ മരിച്ചവരിൽ നിന്ന് യേശുക്രിസ്തുവിനോടൊപ്പം ഉയർപ്പിച്ച് സ്വർഗത്തിലേക്ക് ഉയർത്തി പിതാവിൻ്റെ വലതുഭാഗത്ത് നമ്മെ ഇരുത്തി. ഹല്ലേലൂയ. പൊന്നുമക്കളെ, നമ്മുടെ സ്ഥാനം എവിടെയാണെന്നറിയാമോ? പിതാവിൻ്റെ വലതുഭാഗത്താ. ഹല്ലേലൂയ. പിതാവിൻ്റെ വലതുഭാഗത്താണ് നമ്മെ ഇരുത്തിയിരിക്കുന്നത്. എന്ത് കരുണയാ നോക്കിക്കേ. ഇവിടെ പറഞ്ഞ വാക്ക് നോക്കിക്കേ, പാപം വഴി നമ്മൾ മരിച്ചവരായിരുന്നിട്ടും. പാപം വഴി. പ്രഭാഷകന്റെ പുസ്തകത്തിലെ 47-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പ്രഭാഷകന്റെ പുസ്തകത്തിലെ 47-ാമത്തെ അധ്യായത്തിൽ ദാവീദിനെക്കുറിച്ചൊരു കാര്യം പറയുന്നുണ്ട്. ദാവീദിനെക്കുറിച്ചും സോളമനെക്കുറിച്ചും പറയുന്നുണ്ട്. ദാവീദ് പാപം ചെയ്തു. ദാവീദ് തിരഞ്ഞെടുക്കപ്പെട്ടവൻ, അഭിഷിക്തനായവൻ, ദൈവത്തിൻ്റെ കൃപയാൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചവൻ. ഗോലിയാത്ത് എന്ന് പറയുന്ന പിശാചുതുല്യനായ ഒരു മനുഷ്യനെ ആ കൃഷകാത്രനായ ദാവീദ് അവൻ്റെ ആ അമ്പ ഇതുകൊണ്ട് തന്നെ, അവൻ്റെ ആ കവണ കൊണ്ട് തന്നെ അവൻ കൊന്നു. ഇസ്രായേൽ മക്കളെ അവൻ വിജയത്തിലേക്ക് കൊണ്ടുവന്നു. ദൈവത്തിൻ്റെ മുമ്പിൽ അവൻ അത്ഭുതം ചെയ്തു. എന്നാൽ ഇത്രമാത്രം അത്ഭുതം ചെയ്തവൻ ദൈവം അവനുമായി ഉടമ്പടി ചെയ്തു. നിനക്ക് ഞാനൊരു രാജ്യം തരും, നിന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടായിരിക്കില്ല. ഇതെല്ലാം പറഞ്ഞ് അങ്ങനെ ഉയർത്തിയതായ ദാവീദ് പാപം ചെയ്തു. സാമുവേൽ 2-ാമത്തെ പുസ്തകത്തിലെ 10-ാമത്തെ അധ്യായത്തിലെ ആദ്യ ഭാഗത്ത് ദാവീദിൻ്റെ പാപം നമ്മൾ കാണുന്നുണ്ട്. അവൻ വ്യഭിചാരം ചെയ്തു. അവൻ ചെയ്ത വ്യഭിചാരകൃത്യം ഇത്രമാത്രം ദൈവത്തിലേക്ക് ഉയർത്തി ദൈവം കൃപ നൽകിയ ദാവീദ് നിന്റെ സിംഹാസനം ഒരിക്കലും നഷ്ടപ്പെട്ടു പോവില്ല എന്ന് പറഞ്ഞ് ഉയർത്തിയതായ ആ ദൈവത്തിൻ്റെ മുമ്പിൽ അവൻ പാപം ചെയ്തു. അവൻ ചെയ്ത വ്യഭിചാരം സാമുവേൽ 2-ാമത്തെ പുസ്തകത്തിൽ 10-ാമത്തെ അധ്യായത്തിൽ ആദ്യ ഭാഗത്ത് തന്നെ നമ്മളത് കാണും. അതിന് ദൈവം അവനെ ശിക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ശിക്ഷിച്ചത് ഭാഗ്യമാണ്. വാസ്തവം പറഞ്ഞാൽ പ്രഭാഷകന്റെ പുസ്തകത്തിൽ 47-ാമത്തെ അധ്യായത്തിൽ 11-ാമത്തെ വചനം പറയുന്നുണ്ട്, അവൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു കളഞ്ഞു. കർത്താവ് അവനെ ശിക്ഷിച്ചു. അവനെ ശിക്ഷിച്ചപ്പോൾ അവൻ എന്ത് ചെയ്തു? അവൻ ആ പാപത്തെ ഓർത്ത് അനുദപിച്ചു. ഹല്ലേലൂയ. നാത്താൻ പ്രവാചകൻ, അതായത് സാമുവേൽ 2-ാമത്തെ പുസ്തകത്തിൽ 11-ാമത്തെ അധ്യായത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ ആദ്യമേ തന്നെ കാണുന്നുണ്ട്, ഇവൻ ചെയ്ത പാപത്തെ കണ്ടിട്ട് നാത്താൻ പ്രവാചകനെ ദൈവം അയച്ച് അവൻ്റെ പാപത്തെക്കുറിച്ച് പറഞ്ഞു. നാത്താൻ അവനോട് പറഞ്ഞു, നീ വലിയ പാപം നീ ചെയ്ത പാപം ഇതാണ്, ദൈവം നിന്നെ ശിക്ഷിക്കാതിരിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ചങ്ക് പൊട്ടി അനുദപിച്ച് കരഞ്ഞുകൊണ്ട് ദാവീദ് നാത്താനോട് പറഞ്ഞു, കർത്താവ് എന്നോട് ക്ഷമിക്കുമോ എന്ന് ചോദിക്കുകയാണ്. കർത്താവേ എന്നോട് ക്ഷമിക്കണമേ എന്ന് ഹൃദയം പൊട്ടി കരഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ സന്ദേശം നാത്താൻ പ്രവാചകനോട് ദാവീദിന് കിട്ടുകയാണ്, കർത്താവ് നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് കേട്ടവരൊന്ന് കൈപൊക്കിക്കേ. കൊള്ളാം കൈ താന്നിട്ടേ. നോക്കേ, വലിയ പാപം നീ ചെയ്തു എന്ന് നാത്താൻ പ്രവാചകൻ പറഞ്ഞപ്പോൾ തൻ്റെ പാപത്തെക്കുറിച്ച് ബോധ്യം വന്ന ദാവീദ് നാത്താൻ പ്രവാചകനോട് പറഞ്ഞു, ഞാൻ എൻ്റെ ദൈവത്തിന് എതിരായി പാപം ചെയ്തു പോയി എന്ന് അനുദപിക്കുന്ന ഹൃദയത്തോടെ അവൻ നിലവിളിച്ച് കരഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ സന്ദേശം നാത്താൻ്റെ ഹൃദയത്തിൽ കിട്ടി. കർത്താവ് അവൻ്റെ പാപങ്ങൾ ക്ഷമിച്ചു. ഹല്ലേലൂയ. പൊന്നുമക്കളെ, ഈ നോമ്പ് കാലത്ത് നമുക്ക് ഇതുപോലെ പാപക്ഷമ കിട്ടണം. ഹല്ലേലൂയ. ഇതുപോലെ നമ്മൾ പാപക്ഷമ നേടിയെടുത്തവരായിരിക്കണം. ഹല്ലേലൂയ. നാത്താൻ പ്രവാചകൻ പറഞ്ഞപ്പോഴേ അതിൻ്റെ കൃപ മനസ്സിലാക്കിയ ദാവീദ് ആ ദൈവകൃപയിൽ പറഞ്ഞു, ഞാൻ പാപം ചെയ്തു പോയി. ഹല്ലേലൂയ. നാത്താൻ പറഞ്ഞു, ദൈവം കർത്താവ് നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു. ഈ പാപക്ഷമ നമുക്ക് പഠിക്കണം.
പത്രോസിൻ്റെ കാര്യത്തിലേക്ക് ഞാൻ വീണ്ടും വരികയാണ്. പത്രോസ് തൻ്റെ പാപത്തെക്കുറിച്ച് അവൻ ഒരിക്കൽ പോലും ചിന്തിക്കാൻ പറ്റിയില്ല. അവൻ ചിന്തിച്ചപ്പോഴാണെന്നറിയാമോ? ചിന്തിച്ചപ്പോഴാണെന്ന് ചോദിച്ചാൽ 3 പ്രാവശ്യം ഈശോയെ തള്ളിപ്പറഞ്ഞു. യേശു പറഞ്ഞു, നീ കോഴി 2 പ്രാവശ്യം കൂവുന്നതിന് മുമ്പ് നീ 3 പ്രാവശ്യം എന്നെ തള്ളിപ്പറയുമെന്ന് അവിടുന്ന് പറഞ്ഞ വചനം അവൻ്റെ കുറ്റബോധം, പാപബോധം മനസ്സിലായി. അവൻ എഴുന്നേറ്റ് ഓടാൻ തുടങ്ങിയപ്പോൾ ലൂക്കാ സുവിശേഷം 22-ാമത്തെ അധ്യായത്തിൽ 54-61 കാണുന്നു. അവൻ എഴുന്നേറ്റ് ഓടാൻ വേണ്ടി തിരിഞ്ഞു നോക്കിയപ്പോഴേ അവൻ നോക്കുന്നത് തൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്ന ഈശോയെ. ഹല്ലേലൂയ! യേശുവിനെ തള്ളിപ്പറഞ്ഞ് ഓടി രക്ഷപ്പെടാൻ നോക്കുന്നവൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് വേദനയോടെ കരയുന്ന യേശുവിൻ്റെ കണ്ണിലേക്കാണ് അവൻ നോക്കിയത്. യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ആ മുഖത്തൊരു കണ്ണ് കലങ്ങിക്കിടക്കുകയാണ്. അതിന് കാഴ്ചയില്ല. കയ്യപ്പാസിൻ്റെ പടയാളികൾ അവൻ്റെ ചകിട്ടത്തടിച്ച് കണ്ണ് കലക്കിക്കളഞ്ഞു. കാണാതെ ആ കണ്ണുകൊണ്ട് കാഴ്ച കിട്ടാത്തതുകൊണ്ട് പാപിയായ പത്രോസിനെ രക്ഷിക്കുവാൻ വചനം പറയാണ്, യേശു തിരിഞ്ഞ് അവനെ നോക്കി. ഹല്ലേലൂയ! എൻ്റെ പൊന്നുമക്കളെ, ഇതുപോലെ ഈശോ തിരിഞ്ഞ് നമ്മെ നോക്കുന്നുണ്ട്. പാപത്തിൻ്റെ നിർണായകമായ നിമിഷങ്ങളിൽ, പ്രലോഭനത്തിൽ ഞാൻ വീഴാൻ തുടങ്ങുമ്പോൾ, പ്രലോഭനത്തിൽ ഞാൻ തകർക്കപ്പെടുന്ന നിമിഷങ്ങളിൽ, ഞാൻ സാത്താനാൽ ചുഴറ്റി എറിയപ്പെടുന്ന നിമിഷത്തിൽ എൻ്റെ ഈശോ എൻ്റെ നേരെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. ഹല്ലേലൂയ! ശമയോൻ പത്രോസ് ഈശോയെ മുഖത്തേക്ക് നോക്കി. അവൻ ഈശോയെ നോക്കിയതല്ല, അവൻ എഴുന്നേറ്റ് ഓടാൻ നോക്കിയപ്പോഴത്തെ യാദൃച്ഛികമായി കണ്ടതാണ് ഇതാ തന്നെ നോക്കി നിൽക്കുന്ന ഈശോ. ഹല്ലേലൂയ! വീണ്ടും ഞാൻ തറപ്പിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ ഏൽപ്പിക്കുകയാണ്. പ്രലോഭനത്തിൻ്റെ നിമിഷങ്ങളിൽ ഈശോ നിങ്ങളെ നോക്കുന്നുണ്ട്. പാപത്തിലേക്ക് നിങ്ങൾ വഴിതെറ്റി പോകുമ്പോൾ ഈശോ നിങ്ങളെ നോക്കുന്നുണ്ട്. തിന്മയിലേക്ക് വീണ് എന്നേക്കുമായി നശിക്കുവാൻ വേണ്ടി നിങ്ങൾ പാപത്തിൻ്റെ ചെളിക്കുള്ളിലേക്ക് വീഴുമ്പോൾ ഈശോ നിങ്ങളെ നോക്കുന്നുണ്ട്. പത്രോസ് ഇത് കണ്ടു, തന്നെ നോക്കുന്ന ഈശോ. പത്രോസിന് എന്ത് പറ്റിയെന്നറിയാമോ? അവൻ്റെ പാപമെല്ലാം മനസ്സിലായി. അവൻ ഈശോയുടെ മുമ്പിൽ നിൽക്കാൻ ശക്തിയില്ലാത്തവനായി. ഒരു നിമിഷം പോലും തൻ്റെ ഗുരുവിൻ്റെ മുമ്പിൽ നിൽക്കാൻ തനിക്ക് ധാർമ്മിക ശക്തിയില്ലാതെ, മനസാന്നിധ്യമില്ലാതെ അവൻ തകർന്ന് തരിപ്പണമാകുന്ന അവൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ തുടങ്ങുകയാണ്. ഹല്ലേലൂയ! ഇതാണ് നമ്മൾ ഈ നോമ്പ് കാലത്ത് ചിന്തിക്കേണ്ടത്. ഇതാണ് നാം ഈശോയിൽ നിന്ന് മുമ്പിൽ നിന്ന് ഓടിപ്പോകണ്ട. നീ എത്ര പാപം ചെയ്താലും നീ ഒരിക്കലും ഈശോയുടെ മുമ്പിൽ നിന്ന് ഓടിപ്പോകരുതേ. നീ ഓടിപ്പോയാൽ നിനക്ക് തന്നെ നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ! നീ പാപം ചെയ്തു എന്ന് ബോധ്യമായാൽ അവിടെ നീ താഴെ വീഴ്, ഈശോയുടെ കാൽക്കൽ നീ വീണാൽ മതി. ഹല്ലേലൂയ! നമ്മൾ കാണുന്നില്ലേ പ്രഭാഷകന്റെ പുസ്തകത്തിൽ 47-ാമത്തെ അധ്യായത്തിൽ നാഥാൻ പ്രവാചകൻ ദാവീദിനോട് പറഞ്ഞു, നീ പാപം ചെയ്തു, കർത്താവിന് പാപം ചെയ്തു എന്ന് പറഞ്ഞപ്പോഴേ ദാവീദ് എന്ത് ചെയ്തു? കർത്താവ് അവൻ്റെ വിഷമം മനസ്സിലാക്കിയിട്ട് പ്രഭാഷകന്റെ പുസ്തകത്തിൽ 47:11 പറയാണ്, കർത്താവ് അവൻ്റെ പാപം നീക്കിക്കളയുകയും അവൻ്റെ അധികാരം എന്നേക്കും ഉറപ്പിക്കുകയും ചെയ്തു. ഹല്ലേലൂയ! അവൻ്റെ അധികാരം കൊടുത്തതെല്ലാം തിരിച്ചു കൊടുത്തു. നഷ്ടപ്പെടാനിരുന്നതെല്ലാം തിരിച്ചു കൊടുത്തു. ഹല്ലേലൂയ! പൊന്നുമക്കളെ, പാപം ചെയ്ത് യേശുവിൽ നിന്ന് അകന്നാൽ നീ എല്ലാം നഷ്ടപ്പെടും. നിനക്കെല്ലാം നഷ്ടപ്പെടും. നീ അടുത്ത പോയിന്റിലുണ്ടല്ലോ, അടുത്ത പോയിന്റിൽ നമ്മൾ കാണുന്നുണ്ട്, ദാവീദിൻ്റെ കാര്യം പറഞ്ഞതിന് ശേഷം പ്രഭാഷകന് സോളമൻ്റെ കാര്യം പറയുന്നുണ്ട്. സോളമൻ ആരായിരുന്നു നോക്കിയേ മക്കളെ. സോളമനെ പോലെ ദൈവം ഇത്രമാത്രം സ്നേഹിച്ച് അനുഗ്രഹിച്ച ഒരു മനുഷ്യനുണ്ടോ? സോളമനെ പോലെ ഇത്ര ജ്ഞാനിയായ ഒരു മനുഷ്യനുണ്ടോ? സോളമനെ പോലെ ഇത്രമാത്രം ധനികനായൊരു രാജാവുണ്ടായിരുന്നോ? എല്ലാ രാജാക്കന്മാരും അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്ന് കപ്പം കൊടുത്തുകൊണ്ടിരുന്നു. ഇതെല്ലാം കാണുന്നുണ്ട്. എന്നാൽ പ്രഭാഷകന്റെ പുസ്തകത്തിൽ 47-ാമത്തെ അധ്യായത്തിലെ 19-ാമത്തെ വചനം വായിക്കുമ്പോഴേ നമ്മുടെ ഹൃദയം പിളർന്നു പോകും. എന്താണെന്നറിയാമോ? എന്നാൽ സോളമനെ കുറിച്ച് പറയാണ്, എന്നാൽ സോളമൻ
നീ സ്ത്രീകൾക്ക് അധീനനായി. അതായത് 3 പ്രാവശ്യം ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് സോളമന്. അതിൽ 2 പ്രാവശ്യം ദൈവം സോളമനോട് പറഞ്ഞു, വിദേശ വനിതകളെ നീ സ്വീകരിക്കരുത്, അന്യ സ്ത്രീകളുമായിട്ട് നീ ബന്ധപ്പെടരുത്, നിന്റെ ഭാര്യയുമായിട്ട് നീ ബന്ധപ്പെടാം, അന്യ സ്ത്രീകളുമായി അങ്ങനെ ചെയ്യരുത്. ചെയ്താൽ നിന്റെ ഈ സമ്പത്തുമെല്ലാം നഷ്ടപ്പെടും, നിനക്ക് തന്ന അധികാരമെല്ലാം ഞാൻ പിൻവലിക്കുമെന്ന് ദൈവം പറഞ്ഞിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ വചനം സോളമൻ കേട്ടില്ല. സോളമൻ്റെ ജ്ഞാനം എന്ത് ജ്ഞാനമാണ്! ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, സോളമൻ്റെ ജ്ഞാനം. ഞാൻ പ്രാർത്ഥനയ്ക്ക് പറയാണ്, ദൈവമേ, സോളമൻ്റെ വിജ്ഞാനമൊന്നും എനിക്ക് വേണ്ട. സോളമൻ്റെ ആ സ്ഥാന ഔന്നത്യം എനിക്കൊട്ടും വേണ്ട. അവന് നീ കൊടുത്ത ധനവും വേണ്ട, അവന് നീ കൊടുത്ത മഹത്വവും വേണ്ട. അവൻ ഈ മഹത്വം എല്ലാം നീ കൊടുത്തിട്ടും അവൻ നീ പറഞ്ഞ വചനം അവൻ പാലിച്ചില്ല. പ്രഭാഷകൻ പറയാണ്, നീ സ്ത്രീകൾക്ക് അധീനനായി അഭിലാഷങ്ങൾ നിന്നെ കീഴ്പ്പെടുത്തി, നിന്റെ സൽകീർത്തിക്ക് നീ തന്നെ കളങ്കം വരുത്തി, സന്തതി പരമ്പരയെ നീ മലിനമാക്കി, അവരെ ദൈവക്രോധത്തിന് നീ ഇരയാക്കി മാറ്റി, തലമുറ തന്നെ നശിച്ചുപോയി. ഹല്ലേലൂയ! സോളമന് പറ്റിയതാണ്. നമ്മളുണ്ടല്ലോ മക്കളെ, നമ്മൾ യെശക്കേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് 33-ാമത്തെ അധ്യായത്തിൽ 10-11 തിരുവചനത്തിൽ, ദുഷ്ടന്മാർ അവരുടെ ദുഷ്ടതയിൽ മരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ! ഒരു പാപി തൻ്റെ പാപത്തിൽ നശിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. മറിച്ച് അവൻ മാനസാന്തരപ്പെടണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. മാനസാന്തരപ്പെടുവിൻ. പത്രോസിന് മാനസാന്തരമുണ്ടായി. അവൻ യേശുവിൻ്റെ മുഖത്ത് നോക്കിയിട്ട് യേശുവിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് അവനിൽ യേശു വർഷിച്ച കൃപാസമ്പത്തിനെക്കുറിച്ച് മനസ്സിലാക്കി. യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ ചൈതന്യം അവൻ്റെ ഹൃദയത്തിൽ വന്ന് നിറഞ്ഞ് അവൻ മാനസാന്തരത്തിലേക്ക് കടന്നു വന്നു. ഹല്ലേലൂയ! മാനസാന്തരപ്പെട്ട് രക്ഷ പ്രാപിക്കാൻ ഈ നോമ്പുകാലം എൻ്റെ പൊന്നുമക്കളോട് ആവശ്യപ്പെടുന്നു. ഹല്ലേലൂയ! ഹല്ലേലൂയ! മാനസാന്തരപ്പെട്ട് രക്ഷ പ്രാപിക്കാൻ. ഹല്ലേലൂയ! അപ്പോഴേ ഇതാണ് യെശക്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നത്. 33-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്, മനുഷ്യപുത്ര, നീ നിന്റെ ജനത്തോട് പറയണം. അതെന്താണ് പറയേണ്ടത്? ദുഷ്ടൻ മരിക്കുന്നതിലല്ല, അവൻ ദുഷ്ടമാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ജീവിക്കുന്നതിലാണ് എനിക്ക് സന്തോഷം. ദുഷ്ടമാർഗത്തിൽ നിന്ന് പിന്തിരിയുക. ഹല്ലേലൂയ! നിങ്ങളുടെ ശിലാഹൃദയം മാറ്റുക. യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം പ്രത്യേകം കാണുന്നുണ്ട്. 2-ാമത്തെ അധ്യായത്തിൽ 12-ാമത്തെ വചനം വായിച്ച് നോക്കണം കേട്ടോ. യോവേൽ പ്രവാചകൻ പറയുന്ന വചനം ഇതാണ്, ഇപ്പോഴെങ്കിലും. ഓക്കെ, ആ വാക്കെന്താണ്? ഇപ്പോഴെങ്കിലും അനുതാപിച്ച് പാപത്തെക്കുറിച്ച് പശ്ചാത്തപിച്ച് ഹൃദയവേദനയോടുകൂടി നീ എൻ്റെ പക്കലേക്ക് മടങ്ങി വരിക. ഹല്ലേലൂയ! നീ ഒത്തിരിയും ജീവിച്ചവനാണ്, നീ ഒത്തിരിയും പ്രവർത്തിച്ചവനാണ്. എന്നാൽ ഇപ്പോഴെങ്കിലും, ഈ നോമ്പിൽ ഈശോ പറയുന്നതാ, ഇപ്പോഴെങ്കിലും നീ എന്ത് ചെയ്യണം? നീ അനുതപിച്ച് തിരിച്ചു വരണം. ഇപ്പോഴെങ്കിലും അനുതാപത്തോടെ, വിലാപത്തോടെ, പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കലേക്ക് തിരിച്ചു വന്നാൽ ഞാൻ തീർച്ചയായിട്ടും നിന്നെ സ്വീകരിക്കും. ഹല്ലേലൂയ! ഹല്ലേലൂയ! ഇനി ദുഷ്ടനായൊരു മനുഷ്യൻ, അല്ലെങ്കിൽ ദുഷ്ടനായൊരു മനുഷ്യൻ അവൻ്റെ പാപത്തെക്കുറിച്ച് ഓർത്ത് അനുതപിച്ച്, വചനം യെശക്കേൽ പറയാണ്, അനുതപിച്ച് തിരിച്ചു വന്നാൽ ദൈവം അവനെ സ്വീകരിക്കും. എന്നാൽ നീതിമാനായ ഒരു മനുഷ്യൻ ജീവിതകാലം മുഴുവനും നീതി ചെയ്തു, അവസാനം അവൻ ദുഷ്ടതയിലേക്ക് തിരിഞ്ഞാൽ അവൻ രക്ഷ പ്രാപിക്കില്ല. അപ്പോൾ നമുക്ക് ഈ നോമ്പ് കാലത്ത് പ്രത്യേകിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. ഒന്ന് ചിന്തിച്ചുകൊണ്ട്, എനിക്ക് തിരിച്ചു വരണം കർത്താവേ, എനിക്ക് തിരിച്ചു വരാനുള്ള കൃപ തരണം കർത്താവേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മോനെ ഒന്ന് എഴുന്നേറ്റുന്നേ, എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഇപ്പോൾ മാത്യുവശം വരും, ഒന്ന് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് എഴുന്നേക്കത്തില്ലായിരിക്കും അല്ലേ? കാര്യം നന്നായിട്ടൊന്ന് കരം ഒന്ന് ഉയർത്തിപ്പിടിച്ചേ.
ഞാനിതാ ദൈവമേ ഞാൻ തിരിച്ചു വരുന്നു. ഹല്ലേലൂയ. ഞാനിതാ തിരിച്ചു വരുന്നു. ആ തിരിച്ചു വരവാണ് നമുക്ക് ആവശ്യം. നീ എന്തെല്ലാം ചെയ്താലും, എന്തെല്ലാം പാപത്തിൽ നീ വീണാലും, നീ എന്തെല്ലാം തകർന്നു പോയാലും, നീ തിരിച്ചു വന്നാൽ മതി. ദൈവം നിന്നെ സ്വീകരിക്കും. ഹല്ലേലൂയ. ദൈവം നിന്നെ സ്വീകരിക്കും. ഹല്ലേലൂയ. നമുക്ക് ഈ ചിന്തയോടുകൂടി കരം നന്നായിട്ട് കൊടുത്ത് ഈ വചനത്തെ ഓർത്ത് ഈശോയ്ക്ക് ഒരു നന്ദി പറയുന്നത് എങ്ങനെയാണെന്നറിയാമോ? ശക്തമായി ഒന്ന് കൈയടിക്കണം, സ്വരമുയർത്തി സ്തുതിക്കണം. നമ്മുടെ ആത്മാവും മനസ്സും ഹൃദയവും ജീവിതം മുഴുവനും ജീവനും ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് തന്നെ നമ്മൾ സമർപ്പിക്കുകയാണ്. ഈ നിമിഷങ്ങളിൽ ഈ പരിശുദ്ധ കുർബാനയിൽ ഈശോ എങ്ങനെ നിറഞ്ഞിരിക്കുന്നുവോ അതുപോലെ തന്നെ ഈശോ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ നിറഞ്ഞിരിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ഈ ആരാധനയിൽ ഇപ്പോൾ നമ്മൾ ദിവ്യകാരുണ്യത്തിൽ ഈശോയെ ആരാധിക്കുന്നു എങ്കിൽ ഈ ആരാധന കഴിഞ്ഞ് പോകുന്ന നിമിഷങ്ങൾ തൊട്ട് നമ്മൾ നമ്മുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞു വാഴുന്ന ഈശോയെ ആരാധിച്ചു കൊണ്ടിരിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈശോയിലേക്കൊന്ന് നോക്കി കരമുയർത്തി ഒന്ന് സ്തുതിച്ചേ. കരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ, 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 ഈശോയേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ, 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 ഈശോയേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരമുയർത്തി കൈകൾ വീശി പാടുക. ഹല്ലേലൂയ. അങ്ങ് വന്ന് നിറയുന്നതിന് വേണ്ടി ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പാടുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളുടെ ഹൃദയവും ആത്മാവിൻ്റെ ആത്മാവും അങ്ങ് തന്നെയാകുന്നതിന് വേണ്ടി ഞങ്ങൾ കരങ്ങൾ വീശിപ്പാടുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ബലഹീനതകളും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പാടുന്നു. ഞങ്ങളുടെ സകല രോഗപീഠകൾ സമർപ്പിച്ചുകൊണ്ട് പാടുന്നു. ശാരീരികമായ ഓരോ രോഗപീഠയും അങ്ങേക്ക് തന്നുകൊണ്ട് ഇതാ ഞങ്ങൾ പാടുന്നു. അങ്ങയുടെ സംരക്ഷണത്തിന് വേണ്ടി ഞങ്ങളെ മുഴുവനുമായി സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പാടുന്നു.
ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പാടുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് സ്വരമുയർത്തി കൈകൾ വീശി സ്വരമുയർത്തി ശക്തമായ കൈയടിച്ചൊന്ന് ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ 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 ഈശോയേ ഈശോയേ ശക്തമായി കൈയടിച്ച് നമ്മൾ പാടുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. വിശ്വാസത്തോടെ ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിനച്ചു. വിശ്വസിച്ചു പാടുന്നു. കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിനച്ചു. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെക്കാൽ വഴുതുവാൻ ഇടവന്നില്ല. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെക്കാൽ വഴുതുവാൻ ഇടവന്നില്ല. ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ഉറ്റോരും ഉടയോരും തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞങ്ങ് രസിച്ചപ്പോഴും. ഉറ്റോരും ഉടയോരും തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞങ്ങ് രസിച്ചപ്പോഴും. നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്, സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്, വിശ്വസിച്ചു പാടിക്കേ. സന്തോഷത്തോടെ നീ മാത്രമാണ്, ഓ നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്, സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും. ജീവിതത്തിൽ എപ്പോഴും ഉണ്ടല്ലോ മക്കളെ, ജീവിതത്തിൽ എപ്പോഴും പലപ്പോഴും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് നോക്കിക്കൊണ്ട് നമ്മൾ പറയും, ഈശോ മിശിഹായേ നിനക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ
ഉള്ളിൽ വസിക്കുന്ന ഈശോയുമായുള്ള നിരന്തരമായ സ്നേഹനിർഭരമായ ബന്ധം. ഹല്ലേലൂയ. പൗലോസ്ലീഹായ്ക്ക് ഈ നല്ല ബന്ധമുണ്ടായിരുന്നു, എപ്പോഴും തൻ്റെ ഉള്ളിൽ വസിക്കുന്ന ആ ദൈവത്തോട്. ഹല്ലേലൂയ. അതുകൊണ്ട് അദ്ദേഹം ഒന്നിനെക്കുറിച്ചും ആകുല ചിത്തനായിരുന്നില്ല. ഹല്ലേലൂയ. ഒന്നിനെക്കുറിച്ചും ആകുല ചിത്തനായിരുന്നില്ല. ഈ കഴിഞ്ഞ ഈ മാസത്തിലാണ് 5-ാം തീയതി, ഫെബ്രുവരി 5 എന്ന് പറയുന്നത് അഗാത്ത പുണ്യവതിയുടെ തിരുനാൾ ദിവസം. എനിക്ക് വലിയ ഇഷ്ടമാണ് ആ പുണ്യവതിയോട്. അഗാത്ത പുണ്യവതി എന്ന് പറയും. 13-14 ഒക്കെ വയസ്സാകുമ്പോഴാണ് രക്തസാക്ഷിണിയാവുക. ഇരിക്കണമെന്നിരുന്നോ? അപ്പോഴേ രക്തസാക്ഷിണിയാകുക. എന്താണെന്ന് അറിയില്ല, രക്തസാക്ഷിണിയായ രഹസ്യം ഇതാണ്: അവൾ അതീവ സുന്ദരിയായിരുന്നു, അതീവ സുന്ദരി. ദൈവിക തേജസ് അവളുടെ മുഖത്ത് നിന്ന് ഒഴുകിക്കൊണ്ടിരുന്നു. ഹല്ലേലൂയ. ദൈവിക തേജസ് ഒരു വ്യക്തിയിൽ നിന്ന് ഒഴുകുമ്പോഴേ ആ വ്യക്തി സുന്ദരനും സുന്ദരിയുമാണ്. ഹല്ലേലൂയ. അതിന് മാലിന്യമില്ല. ദൈവിക തേജസ് കൊണ്ട് നിറഞ്ഞിരിക്കുന്ന വ്യക്തിയെ. അപ്പോഴേ അവളുടെ സൗന്ദര്യത്തെക്കുറിച്ച് എല്ലാവരും പറഞ്ഞു. ആ ഗവർണർ ഇത് കേട്ടിട്ട് എങ്ങനെയെങ്കിലും അവളെ പ്രാപിക്കണമെന്നുള്ളതായ ആഗ്രഹം അയാളുടെ ദുഷ്ടഹൃദയത്തിൽ രൂപപ്പെട്ടു. അങ്ങനെ ദുഷ്ടഹൃദയത്തിൽ രൂപപ്പെട്ടിട്ട് അവളെ വശീകരിച്ച് അയാളുടെ വശത്താക്കുന്നതിന് വേണ്ടി നോക്കിയപ്പോഴേ അവൾക്ക് മനസ്സിലായി ഇയാളുടെ ഉദ്ദേശം തെറ്റാണെന്ന് മനസ്സിലായി. ഇവൾ നേരെ പറഞ്ഞു, ഞാൻ പൂർണ്ണമായും എൻ്റെ ഈശോയുടേതാ. ഹല്ലേലൂയ. ഞാൻ പൂർണ്ണമായും എൻ്റെ ഈശോയുടേത്, ഞാൻ പൂർണ്ണമായും ഈശോയുടേതുമാണ്, ഈശോ പൂർണ്ണമായും എൻ്റേതാണ്. ഹല്ലേലൂയ. ഓക്കെ, ഒരാളുടെ ശക്തി അതാണ്. എനിക്ക് ഈശോ ഉണ്ടല്ലോ, പിന്നെ ഞാൻ എന്തിനു പേടിക്കണം? ഞാൻ പെട്ടെന്ന് അതിനകത്തേക്കുറിച്ച് തുടങ്ങിയതല്ലേ, പെട്ടെന്ന് ഞാൻ അങ്ങ് നിർത്തേ. ഇതാണ് ഓക്കെ, എനിക്ക് എൻ്റെ ഹൃദയത്തെ വളരെ സ്പർശിച്ചിരിക്കുന്ന സംഗതിയാണ്. ഈ പുണ്യവതി നന്നേ ചെറുപ്പം കൊച്ച്, അവളുടെ സൗന്ദര്യം, ദൈവിക തേജസ്, അതിനെ വശീകരിക്കുവാനുള്ളതായ ഈ ഗവർണറുടെ ആഗ്രഹം, ദുഷ്ടലാക്ക്, അതിന് അവൾ കൊടുത്ത മറുപടി, ഞാൻ പൂർണ്ണമായും ഈശോയുടേതും ഈശോ പൂർണ്ണമായും എൻ്റേതുമാണ്. ഇനി ഞങ്ങൾ തമ്മിൽ ഇതുപോലൊരു ബന്ധം വേറെ ആരുമായിട്ട് ഇല്ല. അതാണ്. അപ്പോൾ ഇയാൾ പല രീതിയിൽ ഇവളെ വശീകരിക്കാൻ നോക്കി. അവസാനം ഇവൾ ക്രിസ്ത്യാനി എന്നുള്ള കാരണത്താൽ ഇവൾക്കെതിരായി നടപടിയെടുക്കുമെന്നും നിന്നെ പീഡിപ്പിക്കുമെന്നും നിന്നെ കൊന്നുകളയുമെന്നും ഭീഷണിയായി. ഒത്തിരി ഭീഷണികൾ കൊടുത്തിട്ടും അവൾ വശമ്മതയായില്ല. ഇത് ഞാൻ ഈ പറയുമ്പം എൻ്റെ പൊന്നുമക്കളുടെ ഹൃദയത്തിൽ തറയ്ക്കണം. ഈശോയ്ക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാവുക. ഹല്ലേലൂയ. ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുക, ഈശോയ്ക്ക് വേണ്ടി മരിക്കുക. ഹല്ലേലൂയ. ഞാൻ മരിച്ച് അവനോടുകൂടി ഒന്നായിത്തീരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ ഫിലിപ്പിയർക്ക് ലേഖനം. പൗലോസിൻ്റെ ആ ചൈതന്യം നമ്മൾ മനസ്സിലാക്കണം. അഗാത്തയുടെ ഹൃദയത്തിൽ അതാണ്, ഞാൻ പൂർണ്ണമായും ആരുടേതാണ്? ഈശോയുടേതും ഈശോ മുഴുവനും എൻ്റേതുമാണ്. ഹല്ലേലൂയ. എന്നിട്ട് ഇവിടെ പീഡിപ്പിച്ചെങ്ങനെയാണെന്നറിയാമോ? ഇവിടെ പീഡിപ്പിച്ചത് പല തരത്തിലുള്ളതായ പീഡന വാഗ്ദാനങ്ങൾ കൊടുത്തു, അതൊന്നും നടപ്പില്ലായില്ല. ഇവിടെ നഗ്നയാക്കി പൊതുസ്ഥലങ്ങളിലൂടെ ഇവിടെ പരേഡ് ചെയ്യിപ്പിക്കാൻ തീരുമാനിച്ചു. ഇവിടെ നഗ്നയാക്കിയപ്പോൾ ഇവൾ സ്വർഗത്തിലേക്ക് കണ്ണുയർത്തി പ്രാർത്ഥിച്ചപ്പോൾ അവളുടെ സമൃദ്ധമായ മുടിയുണ്ടല്ലോ, മുടിയും വളർന്നു 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 വന്ന് അവളുടെ നഗ്നതയെല്ലാം മറച്ചു. ഹല്ലേലൂയ. തൻ്റെ പരിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഇടപെട്ടു. ഹല്ലേലൂയ. പെട്ടെന്ന് ആ മുടിയെല്ലാം അങ്ങോട്ട് വളർന്ന് അവളുടെ നഗ്നതയെല്ലാം മറച്ചു. ഇത് കണ്ടിട്ട് ഈ ഗവർണർക്ക് വീണ്ടും ദേഷ്യമായി, കോപമായി. അവളെ അന്നേരം വിട്ടു. പക്ഷേ പിന്നീട് അവളെ ജയിലിലാക്കി. പല രീതിയിലുള്ളതായ മന്ത്രം. ഇവൾക്ക് പല ബന്ധങ്ങളുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വേശ്യകളോടുകൂടി ഇവളെ വിട്ടു. ഇവളെ നശിപ്പിക്കാൻ വേണ്ടിയുള്ളതായ ബന്ധത്തിലേക്ക് ഇവളെ കൊണ്ടുപോകുന്നതിന് വേണ്ടി വേശ്യകളോട്. പക്ഷേ അവിടെ എല്ലാം ഇവള് ഈശോടെ അങ്ങനെ. പക്ഷെ അവസാനം ഉണ്ടല്ലോ, ഇവളുടെ ബ്രസ്റ്റ് ഛേദിച്ചു കളഞ്ഞു. നോക്കിയേ, ബ്രസ്റ്റ് ഛേദിച്ചു കളഞ്ഞു. ഒരു ഈശോയ്ക്ക് വേണ്ടി അവിടെ അവൾ ആ സകനം അങ്ങ് സ്വീകരിച്ചു. ചുട്ടുപഴുത്ത ഇരുമ്പ് കട്ടിലിൽ അവളെ ഇട്ട് ഉരുട്ടി. ചുട്ടുപഴുത്ത ഇരുമ്പ് കട്ടിലിൽ അവളെ ഇട്ട് ഉരുട്ടിയപ്പോൾ അവൾ ഈശോയെ വിളിച്ചു. ഹല്ലേലൂയ.
മരണവേദന അവളെ വലയം ചെയ്യുന്ന പോലെ തോന്നി. ഈശോയെ, ഞാൻ മരിക്കുകയാണോ? മരിക്കുകയാണെങ്കിൽ നിനക്ക് വേണ്ടി, നിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഇങ്ങനെ മരിക്കാറായപ്പോഴേ പത്രോസ്ലീഹ പ്രത്യക്ഷപ്പെട്ടു. പത്രോസ്ലീഹ പ്രത്യക്ഷപ്പെട്ട് ഇവളോട് പറഞ്ഞു, നിന്റെ വിച്ഛേദിക്കപ്പെട്ട മാറിടം, നീ അങ്ങനെ വന്നിട്ടും ഈശോയുടെ നാമം വിളിച്ചപേക്ഷിക്കപ്പോൾ ഈശോ തന്നെ എന്നെ നിന്റെ അടുക്കലേക്ക് പറഞ്ഞു വിട്ടു എന്ന് പറഞ്ഞിട്ടും പത്രോസിനോട് സംസാരിക്കാൻ ഇവൾക്ക് മനസ്സ് വന്നില്ല. അവൾ തൻ്റെ പരിശുദ്ധിയെ വീണ്ടും ഇങ്ങനെ സംസാരിച്ച് പത്രോസ് പറഞ്ഞു, ഈശോ പറഞ്ഞു വിട്ടിട്ട് ഞാൻ വന്നതാ, നിന്നെ സുഖപ്പെടുത്താൻ വന്നതാ എന്ന് പറഞ്ഞ് തീർന്നതോടുകൂടി തന്നെ അവളുടെ ആ രോഗം, അവളുടെ ആ വിച്ഛേദിക്കപ്പെട്ട മാറും പഴയതുപോലെയായി. ഹല്ലേലൂയ. ഈശോയുടെ കൃപയാ. ഹല്ലേലൂയ. പക്ഷേ അവൾ മരിച്ചു. അഗാധായ എന്ന് വലിയ ഒരു പുണ്യവതിയായി, ജ്വലിക്കുന്ന ഹൃദയത്തോടെ ഈശോയെ സ്നേഹിക്കുന്ന ഒരു പുണ്യവതിയായിട്ട് തൻ്റെ ബ്രഹ്മചര്യത്തിന് വേണ്ടി, വിശുദ്ധിക്ക് വേണ്ടി, ഞാനിത് പറയുമ്പോൾ ഈ ദിവ്യകാരുണ്യത്തിൽ നിന്നൊരു വലിയ വെളിച്ചം നിങ്ങളിലേക്ക് വരികയാണ്. ഈ അനുഗ്രഹ ധ്യാന കേന്ദ്രത്തിൽ വന്ന് അനുഗ്രഹം പ്രാപിക്കുന്നവരിലേക്ക് നിത്യവിശുദ്ധിയുടെ പ്രകാശം വന്നൊഴുകുകയാണ്. ഹല്ലേലൂയ. കരമുയർത്തി ശക്തമായി കൈയടിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അനുഗ്രഹം, വിശുദ്ധി എവിടെയോ അവിടെ അനുഗ്രഹം. ഹല്ലേലൂയ. നമുക്കറിയത്തില്ലേ മരിയ കൊരിയത്തിയെ അവളുടെ വിശുദ്ധിയെ കവർന്നു തിന്നാൻ അലക്സാണ്ടർ പരിശ്രമിക്കുമ്പോഴേ, അലക്സാണ്ടർ നീ പാപം ചെയ്യരുത്. അലക്സാണ്ടർ അയൽക്കാരനാണ്. അലക്സാണ്ടർ നീ പാപം ചെയ്യരുത്, നീ നരകത്തിൽ പോകും. ഹല്ലേലൂയ. ഈ വിശുദ്ധിയാണ് ഇന്നത്തെ ലോകത്തിന് ഏറ്റവും ആവശ്യം. വിശുദ്ധി. ഹല്ലേലൂയ. വിശുദ്ധി നൽകണമേ. ഈ അനുഗ്രഹ ധ്യാന കേന്ദ്രത്തിൽ എനിക്ക് ഞാൻ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ അനുഗ്രഹദാതാവായ പരിശുദ്ധ മറിയമേ, അങ്ങയുടെ പരിശുദ്ധി കൊണ്ട് തന്നെ നിറയ്ക്കണമേ എന്ന് നമ്മൾ അമ്മയോട് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് വന്നേ. നമുക്ക് ഒരു നിമിഷം ഈ പരിശുദ്ധി നമുക്ക് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിലെ 4-ാമത്തെ അധ്യായത്തിലെ 19-ാമത്തെ തിരുവചനത്തിന്റെ അവസാനത്തിൽ, ഹല്ലേലൂയ, ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിലെ 4-ാമത്തെ അധ്യായത്തിൽ 19-ാമത്തെ തിരുവചനത്തിലെ പൗലോസ്ലീഹ പറയാണ്, എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി എനിക്ക് വേണ്ടതെല്ലാം നൽകും. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞേ, എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി എനിക്ക് വേണ്ടതെല്ലാം നൽകും. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി എനിക്ക് വേണ്ടതെല്ലാം നൽകും. വിശുദ്ധി എനിക്ക് വേണ്ട ഏറ്റവും വലിയ കൃപ. ഹല്ലേലൂയ. അനുഗ്രഹദാതാവായ മറിയം. ഹല്ലേലൂയ. മറിയത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം, മറിയത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം പരിശുദ്ധി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമ്മള് കുടുംബം മുഴുവനും, നമ്മുടെ കുടുംബത്തിന്റെ പരിശുദ്ധി, അതുപോലെ നമ്മുടെ മക്കളുടെ പരിശുദ്ധി, മാതാപിതാക്കളുടെ പരിശുദ്ധി, ഇതെല്ലാം നമ്മുടെ മനസ്സിൽ കാണണം. പരിശുദ്ധി കൊണ്ട് നിറയുമ്പോൾ നമ്മുടെ കുടുംബം സമ്പന്നമായി തീരും. ഹല്ലേലൂയ. പരിശുദ്ധി നഷ്ടപ്പെടുമ്പോൾ പെട്ടെന്ന് നമ്മൾ ലോകത്തിൻ്റെ പിന്നാലെ പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധി നഷ്ടപ്പെടുമ്പോൾ ആഹാബ് രാജാവിനെ കുറിച്ച് മാത്യു അച്ഛൻ പറയുകയുണ്ടായി. ആഹാബ് രാജാവ് എല്ലാ തരത്തിലുള്ള നിഷിദ്ധ കൃത്യങ്ങൾ ചെയ്യുമായിരുന്നു. അയാളുടെ അതാണ്, ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി 100 കണക്കിന് ഏക്കർ സ്ഥലങ്ങളുള്ളതായ ആഹാബ് രാജാവ് ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി, അതിൻ്റെ പരിണതഫലം എന്താണെന്നറിയാമോ? പരിണതഫലം ഈ നാബോത്തിനെ കല്ലെറിഞ്ഞ് കൊന്നു എന്ന് ഏലിയ പ്രവാചകന്റെ ഹൃദയത്തെ പരിശുദ്ധാത്മാവ് ഒരു കൊടുങ്കാറ്റ് പോലെ ഇളക്കി മറിച്ചു. ഹല്ലേലൂയ. ഏലിയ പ്രവാചകന്റെ ഹൃദയത്തെ ഒരു കൊടുങ്കാറ്റ് പോലെ ഏലിയ പ്രവാചകൻ ഇളക്കി മറിച്ച് വിട്ടു. ഏലിയായെ വിടുകയാണ്. എന്നിട്ട് പറയാണ്, നീ നാബോത്തിന്റെ അടുക്കൽ ചെല്ല്. നാബോത്തിന്റെ അടുക്കൽ ചെന്നിട്ട് നീ അവനോട് പറയണം, ആഹാബിന്റെ അടുക്കൽ ചെല്ല്, നാബോത്തിനെ നീ ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി കൊന്നില്ലേ? ഇതാ ദൈവം നിനക്കെതിരായി കരമുയർത്തിയിരിക്കുന്നു, ദൈവം നിന്നെ നശിപ്പിക്കും. മീഖാ പ്രവാചകനിലൂടെ വീണ്ടും ദൈവം പറഞ്ഞു കൊടുത്തു, യെസബേല്
അവൾ തുണ്ട് തുണ്ട് കഷ്ണങ്ങളെ പോലെ കീറി പറിക്കപ്പെടും. പട്ടികൾ അവളുടെ ശരീരം കടിച്ചു തിന്നും. അതുപോലെ തന്നെ തിന്മകൾ, ഈ വേശ്യകൾ അവൾ വീണ ആ വെള്ളത്തിൽ, ആ കുളത്തിൽ വീണ് വേശ്യകൾ പോലും അവിടെ മുങ്ങിക്കുളിക്കും. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളാണ് ഒരു പാപം വഴിയും. ഞാൻ അതിനെല്ലാം കാണുന്നത് ആഹാബിൻ്റെ വഴിതെറ്റിയ ജീവിതം, യെസബേലിൻ്റെ വഴിതെറ്റിയ ജീവിതം. നമ്മുടെ പൊന്നു മക്കളെ ഞാൻ പറയുന്നു, ഈ നമ്മുടെ പൗലോസ് പറഞ്ഞ പോലെ തന്നെ എൻ്റെ ദൈവം എനിക്ക് വേണ്ടതെല്ലാം, എങ്ങനെയാണ്? എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന്. എവിടെ നിന്നാണ്? മഹത്വത്തിൻ്റെ സമ്പന്നത, വിശുദ്ധി, ദൈവത്തിൻ്റെ മഹത്വം. ഹല്ലേലൂയ. മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് എൻ്റെ ദൈവം എനിക്ക് വേണ്ടതെല്ലാം നൽകും. ഹല്ലേലൂയ. നമ്മുടെ വിശുദ്ധിക്ക് വേണ്ടി, ഒരു നിമിഷം നമ്മുടെ വിശുദ്ധിക്ക് വേണ്ടി നമ്മുടെ കുടുംബം, നമ്മുടെ കുഞ്ഞുമക്കള്, നമ്മുടെ മാതാപിതാക്കള്, ഇവരുണ്ടല്ലോ, അശുദ്ധമായ ഒന്നും നമ്മുടെ കുടുംബത്തിൽ വരരുത്. വിവാഹിതനായ ഒരു പുരുഷൻ അന്യസ്ത്രീയുമായി സംസാരിക്കുമ്പോൾ വിശുദ്ധിക്ക് ഭംഗം വരാതെ ശ്രദ്ധിക്കുക. ഒരു സ്ത്രീ, ഭാര്യ അന്യ പുരുഷനുമായി സംവദിക്കുമ്പോഴേ ഇതെല്ലാം ശ്രദ്ധിക്കുക. പിള്ളേർ പ്രത്യേകം ശ്രദ്ധിക്കുക. കുഞ്ഞുമക്കള്, സ്കൂളിൽ പഠിക്കുന്നവര് വിശുദ്ധി നിറയട്ടെ. ഹല്ലേലൂയ. വിശുദ്ധി നിറയട്ടെ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, ആഹാബും യെസബേലും നശിച്ചവരായിരുന്നു. അവർക്ക് നന്മ ചിന്തിക്കാൻ പറ്റിയില്ല. അശുദ്ധരായ അവർ വീണ്ടും വീണ്ടും പാപത്തിൽ വീണു. നമ്മുടെ കുടുംബം അങ്ങനെയല്ല. അനുഗ്രഹ സമ്പന്നമായ കുടുംബമാകട്ടെ. ഹല്ലേലൂയ. അനുഗ്രഹ സമ്പന്നമായ കുടുംബം, അനുഗ്രഹം നിറയണം. അത് തരേണ്ടത് പരിശുദ്ധ മറിയം. ഹല്ലേലൂയ. നമ്മൾ കരമുയർത്തി പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി എനിക്ക് വേണ്ടതെല്ലാം പ്രദാനം ചെയ്യും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത് തന്നെയാണ് വാസ്തവം പറഞ്ഞാല് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 16-ാമത്തെ വചനം പറയുന്നുണ്ട്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായത്തിലെ 16-ാമത്തെ വചനം പറയുന്നുണ്ട്, ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയ്ക്ക് ചേർന്ന വിധം എന്നൊക്കെ പറയുന്ന വാക്ക്. ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയ്ക്ക് ചേർന്ന വിധം യേശു ക്രിസ്തുവിൻ്റെ വഴി, അതായത് തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയ്ക്ക് ചേർന്ന വിധം നമ്മുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തും. ഹല്ലേലൂയ. അതെ, തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയ്ക്ക് ചേർന്ന വിധം പരിശുദ്ധാത്മാവ് എന്തായിരുന്നു? നമ്മുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തും. ഈ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തുമ്പോഴാണ് ഹൃദയം പരിശുദ്ധമാകുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തുമ്പോൾ വീണ്ടും വരുന്ന കൃപ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു, അതായത് ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തുകയും വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവർത്തിക്കുകയും ചെയ്യും. വിശുദ്ധി. ഹല്ലേലൂയ. വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ സജീവമാകും. ഹല്ലേലൂയ. ഇതാണ് വിശുദ്ധി. വിശുദ്ധിയുടെ എല്ലാ ഉറവിടം ഹൃദയമാ മക്കളെ. ഹൃദയം വിശുദ്ധമായിരിക്കട്ടെ. ഹല്ലേലൂയ. ഹൃദയം വിശുദ്ധമായിരിക്കട്ടെ. അപ്പോൾ എല്ലാം വിശുദ്ധമായിരിക്കും. നമ്മൾ കരങ്ങൾ ഉയർത്തി പിടിച്ചുകൊണ്ട് ഈ കൃപ കിട്ടുന്നതിന് വേണ്ടി എൻ്റെ ദൈവത്തിൻ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് നിങ്ങൾ വിശുദ്ധരാണെങ്കിൽ അത് ദൈവമഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് കിട്ടിയതാ. ഹല്ലേലൂയ. നിങ്ങളുടെ മക്കൾ വിശുദ്ധരാണെങ്കിൽ അത് ദൈവമഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് കിട്ടിയതാണ്. നിങ്ങളുടെ മക്കൾ അശുദ്ധരാണെങ്കിൽ അത് അശുദ്ധിയിലേക്ക് ചൈത്താൻ കൊണ്ടുപോകുന്നതാണ്. ഹല്ലേലൂയ. ദൈവമഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് നമുക്ക് വേണ്ടതെല്ലാം ദൈവം തരുന്നതിന് വേണ്ടി രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്വരമുയർത്തി ശക്തമായി കൈയടിച്ചു. ഈ ആരാധനാ നിമിഷങ്ങളിൽ എനിക്ക് ആവശ്യമുള്ളതെല്ലാം ആര് തരുമെന്നാണ് നമ്മൾ കണ്ടത്? എൻ്റെ ദൈവം. ഹല്ലേലൂയ. എൻ്റെ ദൈവം. ഹല്ലേലൂയ. എൻ്റെ ദൈവം. ഹല്ലേലൂയ. ആമോസിൻ്റെ പുസ്തകത്തിലെ 7-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, ദൈവം പറയുകയാണ്, ദൈവത്തോട് പറയുകയാണ്, യാക്കോബേ നീ ഏറ്റവും ചെറിയവനല്ലേ,
അതുകൊണ്ട് ഞാൻ നിന്നെ സൃഷ്ടിക്കും. യാക്കോബ് ഏറ്റവും ചെറിയവനായതുകൊണ്ടാണ് ദൈവം യാക്കോബിനെ അനുഗ്രഹിച്ചത്. ഹല്ലേലൂയ. ഏശാവ് ശക്തനായിരുന്നു, യാക്കോബ് ദുർബലനായിരുന്നു. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നമ്മൾ ചെറുതും ബലഹീനരും എല്ലാമാണെന്ന് അംഗീകരിച്ച് ഏറ്റുപറയുമ്പോൾ ദൈവം നമുക്ക് ബലമായി മാറും. ഹല്ലേലൂയ. ദൈവം നമുക്ക് ബലമായി മാറുന്നു. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് ബലം തരുന്ന കർത്താവായ ദൈവം, എൻ്റെ ദൈവം, അതാണ് എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന്. ഹല്ലേലൂയ. വീണ്ടും പറഞ്ഞു, ഫിലിപ്പിയർക്ക് ലേഖനത്തിൽ ഞാൻ സൂചിപ്പിച്ചു. അതായത് എൻ്റെ ദൈവം, എഫേസ്യർക്ക് ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 16-ാമത്തെ വചനത്തിൽ ഞാൻ പറഞ്ഞു, എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നത വഴി പരിശുദ്ധാത്മാവിലൂടെ എൻ്റെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണം. ഹല്ലേലൂയ. നിങ്ങളുടെ ആന്തരിക മനുഷ്യൻ ശക്തിയുള്ളവനായിരിക്കട്ടെ. നിങ്ങളുടെ ആന്തരിക മനുഷ്യൻ എന്തായിരിക്കണം? ശക്തിയുള്ളവനായിരിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങളുടെ ആന്തരിക മനുഷ്യൻ ശക്തിയുള്ളവനാണ് എങ്കിൽ ബാഹ്യ ചിന്തകൾക്കോ ശക്തികൾക്കോ നിങ്ങളെ കീഴ്പ്പെടുത്താൻ ആവില്ല. അഗാത്ത, അതാണ് അഗാത്ത. ആന്തരിക മനുഷ്യൻ ശക്തിപ്പെടുത്തി ആര്? പരിശുദ്ധാത്മാവാണ്. എഫേസ്യർക്ക് ലേഖനം 3-ാമത്തെ അധ്യായത്തിൽ 16-ാമത്തെ തിരുവചനം എന്താ പറഞ്ഞത്? ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിലൂടെ പരിശുദ്ധാത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തട്ടെ. ഈ ആരാണ് ഇപ്പം തന്നെ പ്രാർത്ഥിച്ചേ, ഓ ഈശോയെ, എൻ്റെ ആന്തരിക മനുഷ്യനെ നീ ഒന്ന് ശക്തിപ്പെടുത്തണം. എൻ്റെ ആന്തരിക മനുഷ്യൻ നോ എന്ന് പറഞ്ഞാൽ നോ. ഹല്ലേലൂയ. തെറ്റ്. ഞാൻ അഗാത്ത ഗവർണറോട് പറഞ്ഞു, ഞാൻ എൻ്റെ ജീവിതം മുഴുവനും ഈശോയ്ക്ക് കൊടുത്തതാണ് എന്ന് പറഞ്ഞിട്ട് അവൾ അതിൽ തന്നെ ഉറച്ചു നിന്നു. ഹല്ലേലൂയ. ഇതാണ് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക, വിശുദ്ധിയിൽ ഉറച്ചു നിൽക്കുക. ഹല്ലേലൂയ. വിശുദ്ധിയിൽ ഉറച്ചു നിന്നവരാണ് വിശുദ്ധർ. ഹല്ലേലൂയ. വിശുദ്ധിയിൽ ഉറച്ചു നിന്നവരാണ് വിശുദ്ധർ. ഒത്തിരി പ്രലോഭനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, പുറകെ 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 വരും. വിശുദ്ധിയിൽ വിശുദ്ധരായിരിക്കുക. നീ എന്തിനുമാത്രം വിശുദ്ധനാണെന്ന് അറിയുന്നത്, വിശുദ്ധയാണെന്ന് അറിയുന്നത് നിന്റെ വിശുദ്ധിയുള്ളിലെ നിന്റെ വിശ്വസ്തത. ഹല്ലേലൂയ. വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലുള്ള വിശ്വസ്തത. ഹല്ലേലൂയ. നീ സ്വന്തമായി സ്വകാര്യമായിരിക്കുമ്പോൾ സ്വകാര്യ ജീവിതത്തിലെ വിശ്വസ്തത. ഹല്ലേലൂയ. അതാണ് എഫേസ്യർക്ക് വീണ്ടും പറയുന്നത് അറിയാമോ? അതായത് പരിശുദ്ധാത്മാവ് നിന്റെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്ന് പറഞ്ഞതിന് ശേഷം പറയാണ്, വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ അവതരിക്കണം. എങ്ങനെയാ ക്രിസ്തു അവതരിക്കേണ്ടത്? വിശ്വാസം വഴി. ഹല്ലേലൂയ. വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ അവതരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യട്ടെ. ഹല്ലേലൂയ. നിങ്ങളുടെ ഡൈനാമിക് പോയിന്റ് എന്ന് പവർ എന്ന് പറയുന്നത് ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവും ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധ ഈശോയുമാണ്. ഹല്ലേലൂയ. ഇടയ്ക്ക് കയറി പോവാണ്. ഓക്കെ, ഒരു പുതിയ ശക്തി നമ്മിലുണ്ടെന്നേ, ഒരു പുതിയ ശക്തി നമ്മിലുണ്ട്. നമ്മിലെ ശക്തി എന്ന് പറയുന്നുണ്ടല്ലോ, നിങ്ങൾ കരഞ്ഞു, പൗലോസിലാണ്, നിങ്ങൾ കരഞ്ഞുകൂടെ നിങ്ങളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ. അവിടെ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയങ്ങളാണ്. ഹല്ലേലൂയ. ഇതെങ്ങനെയാണ് നമ്മിൽ ഈ 3 പേരും കൂടെ വസിക്കുന്നത്? ദൈവം എൻ്റെ ഹൃദയത്തിൽ മാമോദിസ കൂടെ സ്വീകരിച്ചുകൊണ്ട് ഞാൻ ഈശോയിലേക്ക് കടന്നു വരുമ്പോഴത്തേന് ആ പിതാവായ ദൈവം എൻ്റെ ഹൃദയത്തിൽ ഇരുന്ന് എന്നെ സ്നേഹിച്ചും ഈശോയിലെ ആ സ്നേഹത്തിലൂടെ ഈശോയ്ക്ക് എൻ്റെ ഹൃദയത്തിൽ അവതാരം നൽകുന്നു. ഹല്ലേലൂയ. മാമോദിസ എന്ന കൃപ വഴിയായിട്ട് പിതാവും പുത്രനും തമ്മിലുള്ള പരസ്പര സ്നേഹ ലയനത്തിലൂടെയാണ് എന്നിൽ പരിശുദ്ധാത്മാവ് ജന്മമെടുക്കുന്നത്. ഹല്ലേലൂയ. എന്നിൽ 3 വ്യക്തികൾ സജീവമാണ്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. പിതാവായ ദൈവം എപ്പോഴും എൻ്റെ ഹൃദയത്തിൽ ഇരുന്നുകൊണ്ട് എന്നെ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. പുത്രനായ ഈശോയാകട്ടെ എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിന്നുകൊണ്ട് എന്നെ രക്ഷയിലേക്ക് നയിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവായ ദൈവമാകട്ടെ എന്നിൽ നിറഞ്ഞു നിന്നുകൊണ്ട് എനിക്ക് വിശുദ്ധിയുടെ പൂർണ്ണത തന്നുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പം ഈ 3 വ്യക്തികൾ നമ്മിലുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറക്കരുത്. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ,
എപ്പോഴും എപ്പോഴും ഹൃദയത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിക്കേ. എന്നിട്ട് പറഞ്ഞേ, ഓ എൻ്റെ ദൈവമേ, ഞാൻ നിന്നെ എത്ര സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ഓ എൻ്റെ ഈശോയെ, നീ എനിക്ക് എത്രയോ സ്നേഹസമ്പന്നൻ. ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, നീ എത്രയോ പരിശുദ്ധനാണ്. അങ്ങനെ പരിശുദ്ധി കൊണ്ട് എന്നെ നിറയ്ക്കണമേ. വിശുദ്ധിക്ക് വേണ്ടി ദാഹിക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കുക. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും കൊണ്ട് നിറയുമ്പോൾ നമ്മൾ വിശുദ്ധിയുടെ പൂർണ്ണതയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. ഒരു നിമിഷം നിങ്ങൾ ചെയ്യേണ്ടേ, നിങ്ങളുടെ ആത്മാവിലും മനസ്സിലും ഹൃദയത്തിലും ശരീരത്തിലും ഇപ്പോഴീ 3 വ്യക്തികളൊന്ന് നിറയട്ടെ. ഈശോയിലേക്ക്, ഈ ദിവ്യകാരുണ്യത്തിലേക്ക് കരമുയർത്തിപ്പിടിച്ച്. ദിവ്യകാരുണ്യത്തിൽ ആരുണ്ട്? ഈശോ. ആ ഈശോയോട് കൂടി പിതാവും. എവിടെ ഈശോ ഉണ്ടോ അവിടെ പിതാവുണ്ട്. എവിടെ പിതാവുണ്ടോ അവിടെ പരിശുദ്ധാത്മാവുമുണ്ട്. ഹല്ലേലൂയ. നമ്മിലേക്ക് ഈ നിമിഷം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്ന് നിറയണം. അതായത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എൻ്റെ അന്തരംഗത്തെ, എൻ്റെ അന്തരാത്മാവിനെ പെനിട്രേറ്റ് ചെയ്യണം. ഹല്ലേലൂയ. എൻ്റെ ഉള്ളിൽ വേണം ഈ 3 പേരും. ഈ 3 പേരിലുമുള്ള എൻ്റെ ആ ലയനം ഞാൻ എൻ്റെ ആത്മാവിൽ ലയിക്കുന്നു. ഹല്ലേലൂയ. കരങ്ങൾ മക്കൾ ഉയർത്തിപ്പിടിച്ചോ. എന്നിട്ട് എന്തെല്ലാം നിങ്ങൾ സ്നേഹിക്കപ്പെടുന്നില്ല എന്നുള്ള ചിന്തയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ പിതാവായ ദൈവം അത് കോംപ്ലിമെന്റ് ചെയ്തു തരും. ദൈവം നിന്നെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് നിനക്ക് ആവശ്യമായ സ്നേഹമെല്ലാം തരും. ഹല്ലേലൂയ. ഇനി അതുപോലെ തന്നെ ഞാൻ രക്ഷ പ്രാപിച്ചോ എന്ന് സംശയിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ പാപം ദൈവം ക്ഷമിച്ചോ എന്ന് സംശയിക്കുന്നുണ്ടെങ്കിൽ ഒട്ടും സംശയിക്കേണ്ട. രക്ഷകനായ ഈശോ നിന്റെ ഹൃദയത്തിൽ ഉണ്ട്. ആ ഈശോയിൽ ലയിച്ചോ. ആ ഈശോ നിനക്ക് രക്ഷ തന്നിരിക്കുന്നു, പാപമോചനം തന്നിരിക്കുന്നു. ഹല്ലേലൂയ. നീ വിശുദ്ധി എന്നിലുണ്ടോ എന്ന് സംശയിക്കുന്നു എങ്കിൽ പരിശുദ്ധാത്മാവുമായിട്ട് ലയിച്ച ഐക്യപ്പെട്ടെന്ന് പ്രാർത്ഥിച്ചോ. പരിശുദ്ധാത്മാവ് നിനക്ക് ആ പരിശുദ്ധി തന്നിരിക്കുന്നു. ഹല്ലേലൂയ. നമുക്കൊന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈ തൃത്വത്തിൻ്റെ ശക്തി കൊണ്ട് നിറയാൻ വേണ്ടിയിട്ട് ശക്തമായി കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിരിക്കും. നമുക്ക് ബലം കൊടുത്ത് കൈയടിച്ച് സ്വരം ഉയർത്തി സ്തുതിച്ചേ. ഹല്ലേലൂയ. മക്കളെ ഈശോയുടെ പക്കലേക്ക് കരം ഉയർത്തിപ്പിടിച്ചിട്ടേ ഇപ്രകാരം പറയണം. 2 കരം ഉയർത്തിപ്പിടിച്ചു. ഇപ്പം നോക്കിയേ, കരം ഉയർത്തിപ്പിടിച്ചിട്ട് നമ്മുടെ ഉച്ചി മുതൽ ഉള്ളംകാലിൽ വരെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളും നോക്കിയിട്ട് എന്തെങ്കിലും രോഗമുണ്ടോ നോക്കിക്കേ. വയറ്റുവേദനയുള്ളവരുണ്ട്, കണ്ണിന് രോഗമുള്ളവർ, അതുപോലെ സ്വരം ശരിയാകാത്തവർ, കഴുത്തിന് വേദനയുള്ളവരുണ്ട്, നടുവിന് വേദനയുള്ളവരുണ്ട്, അതുപോലെ പലതരത്തിലുള്ളതായ രോഗങ്ങൾക്ക് അടിപ്പെട്ട് ഒത്തിരിയും കാശ് കൊണ്ട് കൊടുത്തവരുണ്ട് ആശുപത്രിയിൽ. ചില ഡോക്ടർമാർ മരുന്ന് കാശ് വാങ്ങിക്കാൻ വേണ്ടി തന്നെ നോക്കിയിരിക്കുകയാണ്. ഈശോ പറയുന്നതിന് എൻ്റെ അടുക്ക ഞാൻ സുഖപ്പെടുത്താം എന്തുമാത്രം പേരെ സുഖപ്പെടുത്തിയ ഈശോ. പക്ഷേ ആ ഡോക്ടറുടെ അടുക്കൽ ആരും പോവുകയില്ല, വിശ്വാസമില്ലാതാണ്. അപ്പോൾ നോക്കിയാൽ ഇപ്പം കൈ ഒപ്പിടിച്ചിട്ട് എൻ്റെ ഈശോ എന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു. ഈശോ എന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു. ഞാനും മാത്യുവച്ചനും മാറി മാറി ഓരോ കാര്യം പറയുമ്പോഴേ പൊന്നുമക്കൾ പറയുന്നത് എന്താണെന്നറിയാമോ? ഈശോ എന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു. ഈശോ എന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ പറയുന്നത് എന്താണ്? ഞാൻ അനുഭവിക്കുന്ന എൻ്റെ ഹൃദയ സംബന്ധമായ എല്ലാ രോഗങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈശോ എന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ അനുഭവിക്കുന്ന എല്ലാ മാനസിക വേദനകളിൽ നിന്നും സുഖപ്പെടുത്തിയിരിക്കുന്നു. എൻ്റെ നിരന്തരമായ തലവേദനയിൽ നിന്ന് ഈശോ എന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു. എൻ്റെ ഉദര സംബന്ധമായ എല്ലാ രോഗങ്ങളിൽ നിന്നും ഈശോ എന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു. എൻ്റെ ഹൃദയ സംബന്ധമായ എല്ലാ പീഡകളിൽ നിന്ന് ഈശോ എന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു. രക്തസംബന്ധമായ സകല രോഗങ്ങളിൽ നിന്നും ഈശോ എന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു. തലച്ചോറ് സംബന്ധമായ എല്ലാ പഴുപ്പിൽ നിന്ന് ഈശോ എന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു. ക്യാൻസർ പോലുള്ള മാര രോഗപീഠകളിൽ നിന്നെല്ലാം ഈശോ എന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു. എന്നെ നടുവേദനയിൽ നിന്ന് ഈശോ എന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു. എന്നെ കാൽമുട്ടിന് നടക്കാൻ വയ്യാത്ത വിധം വേദന അനുഭവിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഈശോ എന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു. ശ്വാസോച്ഛ്വാസം ശരിയായ രീതിയിലില്ലാത്ത എൻ്റെ രോഗപീഠയിൽ നിന്ന് ഈശോ എന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു. ശരിയായ ഉറക്കമില്ലാതെ ഭാരപ്പെടുന്ന അവസ്ഥകളിൽ നിന്ന് ഈശോ എന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു. ശരിയായ ഉറക്കമില്ലാത്ത അവസ്ഥയിൽ നിന്ന് ഈശോ എന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു. സമാധാനമില്ലാത്ത വിധത്തിൽ എന്നെ
ഭാരപ്പെടുത്തുന്ന എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും ഈശോ എന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു. ശരിയായ വിശ്രമമില്ലാത്ത അവസ്ഥയിൽ നിന്ന് ഈശോ എന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു. കിഡ്നി സംബന്ധമായ എല്ലാ രോഗപീഠകളിൽ നിന്നും ഈശോ എന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു. ഉദര സംബന്ധമായ എല്ലാ രോഗങ്ങളിൽ നിന്ന് ഈശോ എന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു. കരൾ സംബന്ധമായ എല്ലാ രോഗങ്ങളിൽ നിന്ന് ഈശോ എന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു. വിശപ്പില്ലാത്ത അവസ്ഥയിൽ നിന്ന് ഈശോ എന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു. ഓട്ടിസം പോലുള്ള അസുഖം ബാധിച്ച കുഞ്ഞുങ്ങളിൽ നിന്ന് സകല വിധത്തിലുള്ള അവസ്ഥകളിൽ നിന്ന് ഈശോ എന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോൾ നമ്മിൽ നിന്നെന്ന പോലെ തന്നെ ഈ ശാരീരികമായ അസ്വസ്ഥതകളുള്ള നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയാകാം, മക്കളാകാം, ആരെല്ലാം ഉണ്ടോ അവരെ എല്ലാവരും കണ്ടുകൊണ്ട് കരമുയർത്തി ശക്തമായി കൈയടിച്ചെന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തുതിക്കുന്നു, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ മാത്യുവിനും ഞാനും കൂടെ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ആത്മീയ രോഗങ്ങളാണ് രണ്ടും കൂടെ മാനസിക രോഗങ്ങൾ, അതെല്ലാം ഇപ്പം തന്നെ വിട്ടു പോകണം. എൻ്റെ ഈശോ എന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു. എൻ്റെ ഈശോ എന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു. എൻ്റെ മാനസിക വേദനയിൽ നിന്ന് എന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു. പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥകളിൽ നിന്ന് ഈശോ എന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു. വിശ്വാസമില്ലാത്ത അവസ്ഥയിൽ നിന്ന് ഈശോ എന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തോട് എന്തു ചെയ്തിട്ടും അടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്ന് ഈശോ എന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു. ഭക്തിയില്ലാതെ ബലിയർപ്പിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഈശോ എന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു. പ്രാർത്ഥിക്കാൻ എപ്പോഴും മടിയുള്ള എന്റെ അവസ്ഥയിൽ നിന്ന് ഈശോ എന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു. ജപമാല ചൊല്ലുവാൻ മടി കാണിക്കുന്നതിന്റെ അവസ്ഥയിൽ നിന്ന് ഈശോ എന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു. വചനം വായിക്കാനും ചിന്തിക്കാനും പറ്റാത്ത അവസ്ഥയിൽ നിന്ന് ഈശോ എന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു. എന്റെ മാനസിക രോഗപീഠകളിൽ നിന്ന് ഈശോ എന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു. ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് വളരാൻ സാധിക്കാത്ത അവസ്ഥയിൽ നിന്ന് ഈശോ എന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു. പെട്ടെന്ന് കോപിക്കുന്ന എന്റെ അവസ്ഥയിൽ നിന്ന് ഈശോ എന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു. മനസ്സിനകത്തുള്ള വാശി ദേഷ്യത്തിൽ നിന്ന് ഈശോ എന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു. മറ്റുള്ളവരോടുള്ള വെറുപ്പ് വിദ്വേഷത്തിൽ നിന്ന് ഈശോ എന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു. ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്ന് ഈശോ എന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു. സഹനത്തോടുള്ള വെറുപ്പിൽ നിന്ന് ഈശോ എന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു. സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്ന് ഈശോ എന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു. ആത്മീയവും മാനസികവുമായ എല്ലാം ഇപ്പോൾ വിട്ടുപോകണം. ഇപ്പോൾ വിട്ട് പോകണം. ജപമാല ചൊല്ലാൻ മടിയുള്ളവരെ ജപമാല അങ്ങ് ചൊല്ലി തുടങ്ങണം. ഹല്ലേലൂയ. ദിവ്യബലി അർപ്പിക്കാൻ പോകാത്തവര് എല്ലാ ദിവസവും ബലി അർപ്പിച്ച് അങ്ങനെ ബലി അർപ്പിക്കുമ്പോഴല്ലോ ബലിയെ പോലെ ഇതുപോലെ ശക്തമായ പ്രാർത്ഥന എവിടെയുണ്ട്? ഒരു ബലി അർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ അതിന് ശക്തി കിട്ടിക്കഴിഞ്ഞു. ഹല്ലേലൂയ. എല്ലാ ദിവസവും ബലി അർപ്പിക്കണേ, എല്ലാ ദിവസവും മുടക്കരുത്. അപ്പോൾ ബലി അർപ്പിക്കാൻ മടി കാണിക്കുന്നവർ പോകുകയില്ല, പള്ളിയിൽ പോകുകയില്ല, ചുരുണ്ടുകൂടി അങ്ങോട്ടും മറിഞ്ഞ് ഇങ്ങോട്ടും മറിഞ്ഞ് കിടക്കുകയല്ല, അതേ പള്ളിയിൽ പോകുകയില്ല. അതെല്ലാം പോട്ടെ. അതുകൊണ്ട് ബലി, എൻ്റെ ഈശോ എനിക്ക് വേണ്ടി കാൽവരി ബലി അർപ്പിക്കുന്ന നിമിഷം ഇതാ ഞാൻ പോകും. ഹല്ലേലൂയ. ആ ബന്ധനം ഇപ്പൊ തന്നെ വിട്ടുപോകട്ടെ. കരമുയർത്തി പിടിച്ച് മോനെ പാടിക്കണേ. കരമുയർത്തി പിടിച്ച് അതിശക്തമായി സ്തുതിച്ചേ. ഹല്ലേലൂയ. കൈയടിച്ചോ, കൈയടിച്ച് നീങ്ങിപ്പോയെന്റെ ഭാരങ്ങൾ, മാറിപ്പോയെന്റെ ശാപങ്ങൾ, സൗഖ്യമായെന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ വിശ്വസിച്ച് പാടാം. നീങ്ങിപ്പോയെന്റെ ഭാരങ്ങൾ, മാറിപ്പോയെന്റെ ശാപങ്ങൾ, സൗഖ്യമായെന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. നമ്മുടെ സാമ്പത്തിക രംഗം ശരിപ്പെടണോ? പിള്ളേരെ പഠിപ്പിക്കാനുള്ള കാശുണ്ടോ? വേണ്ട, കാശ് വേണ്ടേ? സാമ്പത്തിക രംഗം ശരിയാകണം. വേണ്ടേ? ജോലിയില്ലാത്ത വീടുകളില്ലേ? ജോലി വേണം, ഒരു വീട്ടിൽ ജോലിയെങ്കിലും വേണം. അങ്ങനെ സാമ്പത്തിക മേഖലകൾ സമ്പന്നമാകണം. നമ്മുടെ പിള്ളേരുടെ കല്യാണമൊക്കെ നടക്കാറുണ്ടോ? ഒക്കെ അതിനു വേണ്ടി ഒത്തിരി വിഷമിക്കുന്നത്. മലയാറ്റൂരിൽ നിന്നൊരു ഷാജി വന്നിട്ടുണ്ട്. എന്നിവിടെ വന്ന് പറയും പ്രാർത്ഥിക്കാൻ എല്ലാ വെള്ളിയാഴ്ചയും വരും. ഷാജി പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒത്തിരി ആവശ്യങ്ങളുണ്ട്. കല്യാണം നടക്കണം, അതുപോലെ തന്നെ വീട് വേണം. വീടില്ലാത്തവരെ പിന്നെ പുതിയ ബന്ധങ്ങളില്ല, കല്യാണം നടക്കാത്തവരെ, പിണക്കം, ശത്രുത കൊണ്ട് വലയുന്നവരെ ഇതെല്ലാം ഉണ്ട്. ഇതിനു വേണ്ടി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. എൻ്റെ ഈശോ എന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു. ഈശോ എന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു. ഈശോ എന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു.
സുഖപ്പെടുത്തിയിരിക്കുന്നു. എന്റെ സാമ്പത്തിക രംഗങ്ങളെ ആശീർവദിച്ചുകൊണ്ട് ഈശോ എന്നെ സുഖപ്പെടുത്തി. എന്റെ കാർഷിക മേഖലയെ അനുഗ്രഹിച്ചുകൊണ്ട് ഈശോ എന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു. എന്റെ മക്കളെ സംരക്ഷിച്ചുകൊണ്ട് ഈശോ എന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു. എന്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെ അനുഗ്രഹിച്ചുകൊണ്ട് ഈശോ എന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു. എന്റെ കുഞ്ഞുമക്കളുടെ വിശുദ്ധിയെ സംരക്ഷിച്ചുകൊണ്ട് ഈശോ എന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു. വിവാഹപ്രായമായിട്ടും വിവാഹം നടന്നിട്ടില്ലാത്തവരെ അനുഗ്രഹിച്ചുകൊണ്ട് ഈശോ എന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു. ദാമ്പത്തിക പ്രതിസന്ധികൾ നീക്കം ചെയ്തുകൊണ്ട് ഈശോ എന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു. തലമുറകളില്ലാതെ ഭാരപ്പെടുന്നവർക്ക് അനുഗ്രഹമുള്ള തലമുറകളെ നൽകിക്കൊണ്ട് ഈശോ എന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവസ്നേഹമില്ല ബലിയർപ്പിക്കുന്നത് ആ തിന്മയിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് ഈശോ എന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു. കുടുംബത്തിനകത്ത് പരസ്പര സ്നേഹമില്ലാതെ അകന്നു നിൽക്കുന്നവരെ ചേർത്ത് നിർത്തി അനുഗ്രഹിച്ചുകൊണ്ട് ഈശോ എന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു. പരസ്പര ക്ഷമയുടെ ചൈതന്യം തന്നുകൊണ്ട് ഈശോ എന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു. പുതിയ ജോലി നൽകി അനുഗ്രഹിച്ചുകൊണ്ട് ഈശോ എന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു. എന്റെ കുടുംബത്തെ അങ്ങ് സംരക്ഷിച്ചുകൊണ്ട് ഈശോ എന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു. പുതിയ വഴികളെ തുറന്ന് തന്ന് അനുഗ്രഹിച്ചുകൊണ്ട് ഈശോ എന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു. ഈശോ നമ്മെ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഈശോ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഈ ആരാധനയ്ക്കൊക്കെ ഒത്തിരി സന്ദേശങ്ങൾ പറയണം. നേരമില്ലാത്തവരും മിണ്ടുന്നില്ലെന്നേ ഉള്ളൂ. മാത്യൂസും പറഞ്ഞോളൂ അതൊക്കെ. അത് നമുക്കൊരു കാര്യം, ഈ കൃപയ്ക്ക് ഇപ്പോൾ നമ്മുടെ സാമ്പത്തിക രംഗങ്ങളെ, കുടുംബപരമായ കാര്യങ്ങളെ, വിവാഹം നടക്കാത്തവരുടെ പ്രശ്നങ്ങൾ എല്ലാത്തിനെയും അനുഗ്രഹിച്ച ഈശോയ്ക്ക് കരങ്ങൾ ഉയർത്തിക്ക് ശക്തമായി കൈയടിച്ചൊന്ന് ശ്രദ്ധിച്ചേ. നമുക്കൊരു നിമിഷം നന്ദിയോടെ ജോർജ് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട സേവ്യരച്ഛനോ അൽത്താരയിലേക്ക് വരുമോ? രണ്ട് വിശുദ്ധരായ വൈദികരാണ് പ്രിയപ്പെട്ട ജോർജ് അച്ഛനും കപ്പൂച്ചൻ സഭയിലെ ഇടുക്കി കട്ടപ്പനയിൽ എന്ന സേവ്യരച്ഛനും. ഈ അച്ഛൻ്റെ രണ്ട് വൈദികരുടെ അനുഗ്രഹമുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് നന്മകളും ഐശ്വര്യവും ഉണ്ടാകും. ഞങ്ങൾ മൂന്ന് വൈദികർ, പ്രിയപ്പെട്ട ഈ പുതുക്കുഴ ജോർജ് അച്ഛനും സേവ്യരച്ഛനും കരങ്ങൾ ഉയർത്തി നമുക്കൊന്നു ചേർന്ന് ഈ ജനത്തെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ അനുഗ്രഹം ഞങ്ങൾക്ക് ആവശ്യമാണ്. നിങ്ങളുടെ സന്തോഷമുള്ള സാന്നിധ്യം ഞങ്ങൾക്ക് അനുഗ്രഹമാണ്. ഈ ജനത്തിനത് അനുഗ്രഹമാണ്. ഞങ്ങളുടെ ജീവിതം, നിങ്ങളുടെ പാസ്പോർട്ടൊക്കെ എടുത്ത് പിടിച്ച് കയ്യിലെടുത്ത് പിടിച്ചിരിക്കുന്നവരൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച് പുതിയ വഴികളെ ദൈവം തുറന്ന് അനുഗ്രഹിക്കട്ടെ. പുതിയ വഴികളെ ദൈവം തുറന്ന് അനുഗ്രഹിക്കട്ടെ. ഒത്തിരി ഒത്തിരി സാക്ഷ്യങ്ങൾ ഉണ്ടാകട്ടെ. ഒത്തിരി ഒത്തിരി സാക്ഷ്യങ്ങൾ ഉണ്ടാകട്ടെ. ഒത്തിരി ഒത്തിരി സാക്ഷ്യങ്ങൾ ഉണ്ടാകട്ടെ. ദൈവനാമത്തിൽ ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ഇപ്പോൾ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുകയാണ്. സേവ്യരച്ഛൻ പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം നൽകുമ്പോൾ ഇന്ന് അല്പം നേരത്തെ നിർത്തുകയാണ്. 12:40 ആകുമ്പോൾ നിർത്തുന്നത്. ഈ വെഞ്ചരിച്ച അരി എല്ലാവർക്കും കൊടുക്കാനുള്ള സൗകര്യത്തിനാണ്. ഈ വാക്കൊന്ന് ഓർക്കുകയാണ്. പുറപ്പാട് 23-ാം അധ്യായം 25-ാമത്തെ വാക്യം, നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം, അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷണവും പാനീയവും ആശീർവദിക്കും. ദാരിദ്ര്യമോ നഷ്ടമോ ഗർഭഛിദ്രമോ വന്ധ്യതയോ ഉണ്ടാവുകയില്ല. നിനക്ക് ദീർഘായുസ്സുണ്ടാകും. ഈ അരി നിങ്ങൾക്ക് കിട്ടുമ്പോൾ ഇത് പോകുന്ന വഴിക്കെല്ലാം കിട്ടുന്നവർക്ക് കൊടുത്തു പോകരുത്. നിങ്ങളുടെ ഭവനങ്ങളിൽ ഇത് സൂക്ഷിക്കുക. ഓരോ പ്രാവശ്യം ഭക്ഷണം വയ്ക്കുമ്പോൾ 2-3 അരിമണികൾ അതിലിടുമ്പോൾ പറയണം, ഞങ്ങളുടെ കുടുംബത്തിൽ ആർക്കും ഒരു രോഗം വരാതെ, ഒരു തകർച്ച വരാതെ, ദാരിദ്ര്യം വരാതെ, ഞങ്ങളുടെ ശരീരത്തെ അത് പ്രാർത്ഥിച്ചുണ്ടാക്കുന്ന ഭക്ഷണത്തിന് പ്രത്യേകതയുണ്ട്. പ്രാർത്ഥിച്ചുണ്ടാക്കുന്ന ഭക്ഷണം മരുന്നായി മാറും. പ്രാർത്ഥന, അതാണ് ഫുഡ് ബിക്കംസ് മെഡിസിൻ എന്നാണ് പറയുന്നത്. ഭക്ഷണം മരുന്നായി മാറണം. ചിലപ്പോൾ മദ്യപാനിയായ ഒരാൾക്കായിരിക്കും നിങ്ങൾ കൊടുക്കുക, അല്ലെങ്കിൽ ഒരു രോഗമുള്ള ഒരാൾക്ക് അത് ആ വ്യക്തിക്ക് സൗഖ്യമായി വരണം. നിങ്ങൾ എന്ത് ഉദ്ദേശത്തോടെയാണ് ഇവിടെ വന്നത്? നിങ്ങളൊരു സാക്ഷ്യം പറയാൻ നേർന്നേ. പാസ്പോർട്ടൊക്കെ ഒന്ന് എടുത്ത് കയ്യിൽ പിടിച്ചേ. ആ നിയോഗ കൊന്തയൊന്ന് ഉണ്ടെങ്കിൽ കൈ പിടിച്ച് ഒരു പ്രാവശ്യം ഒന്ന് പ്രാർത്ഥിച്ചേ. നസ്രായനായ യേശുവേ, എൻ്റെ എല്ലാ നിയോഗങ്ങളെയും ഇന്ന് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല തടസ്സങ്ങളെയും സകല ബന്ധനങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ. ഈ നേർച്ച അരിയെ ആശീർവദിക്കണമേ, വിശുദ്ധ വസ്തുവാക്കണമേ. ഹല്ലേലൂയ. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ.
ഹല്ലേലൂയ